കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങൾ, മതേതരത്വം സംബന്ധിച്ച കാഴ്ചപ്പാട്, ഇത് രണ്ടിലും വെള്ളം ചുരുക്കുന്ന സാഹചര്യം. മതേതരത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാർഡിനൽ പ്രിൻസിപ്പിളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വമാണ് മതേതരത്വം. ആ മതേതര മൂല്യങ്ങൾ വെള്ളം ചേർക്കപ്പെടുന്നു. ഇപ്പോൾ പല സ്റ്റേറ്റുകളിലും മൃദു ഹിന്ദുത്വവുമായി മുന്നോട്ട് പോയി. അവിടെ പോയ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് പരാജയപ്പെടുകയാണുണ്ടായത്. ഒരു കാര്യം വളരെ ശരിയാണ്, BJP വെച്ച് പുലർത്തുന്ന തീവ്ര വർഗീയത, തീവ്ര ഹിന്ദുത്വ വികാരം, അതിനെ മൃദു ഹിന്ദു പറ്റില്ല. പരസ്യ പ്രതികരണങ്ങളും പോർവിളിയുമൊന്നും പുതുതല്ല കോൺഗ്രസിൽ. സാധാരണഗതിയിൽ സംഘടനാ പ്രതിസന്ധികളിൽ തട്ടിയാണ് കോൺഗ്രസ് നേതൃത്വം എപ്പോഴും ഉലയുന്നതെങ്കിൽ ഇത്തവണയതാ കോൺഗ്രസ് എന്ന മതേതര കക്ഷി സ്വീകരിക്കുന്ന ഹിന്ദുത്വ ലൈൻ സംഘടനയെ ആകെ ബാധിക്കുന്നതാണ് കാണുന്നത്. നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെ ചേർത്ത് നിർത്താനോ അവ ഉയർത്തുന്ന വിഷയത്തിന്റെ മെറിറ്റ് എന്തെന്ന് മനസ്സിലാക്കാനോ നിർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസിന് കഴിയാറില്ല. ഇന്നലെ KPCC യോഗത്തിൽ വിമർശനം ഉന്നയിച്ച VM സുധീരനെ ഇന്നലെ കയറി വന്ന ആളെന്നും പാർട്ടി വിട്ട ആളെന്നും പറഞ്ഞു KPCC അധ്യക്ഷൻ K സുധാകരൻ. എന്നാൽ എന്തുകൊണ്ട് യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നുവെന്ന് സുധീരൻ എണ്ണി പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവത്തോടെ മതേതര കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. ചർച്ചയിലേക്ക് കടക്കുമ്പോൾ അതിഥികളായി KT കുഞ്ഞിക്കണ്ണൻ CPIM-ൽ നിന്നും, BG വിഷ്ണു BJP പ്രതിനിധീകരിച്ച്, അജിത് കുമാർ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ശ്രീ അജിത് കുമാർ, എത്ര ഷാർപ്പായാണ് സുധീരന്റെ വാക്കുകൾ എന്നുള്ളത് കേൾക്കൂ. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം ഈ ഹിന്ദുത്വ എന്ന വിഷയം ഉയർത്തുന്നത് അയോധ്യ കൂടി ചേർത്താണ് നമുക്കറിയാം. പക്ഷേ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം അയോധ്യയിൽ തുടങ്ങി അയോധ്യയിൽ അവസാനിക്കുന്നതല്ല. പക്ഷേ ഒരു മുതിർന്ന നേതാവിന് പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ച ഇത്തരം വിഷയങ്ങളിൽ ഒരു തരത്തിലും നീക്കുപോക്കുണ്ടാകാത്ത സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പരസ്യമായി അത് പറയേണ്ടി വരിക എന്നുള്ളത് എത്രമാത്രം ദയനീയമാണ്. ശ്രീ സുധീരൻ്റെ അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുകയുണ്ടായി തുടക്കത്തിൽ. അതിൽ പല കാര്യങ്ങളോടും അല്ലെങ്കിൽ അദ്ദേഹം വാക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ, ആ സ്പിരിറ്റ് നമ്മൾ ഉൾക്കൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ച ആരംഭിക്കാൻ തോന്നുന്നു. തീർച്ചയായും ഒരു മൃദു ഹിന്ദുത്വ സമീപനം എന്നുള്ള അതിലേക്ക് വരട്ടെ. അതിനു മുമ്പ് ശ്രീ സുധീരൻ ഒരു പക്ഷേ പാർട്ടി വേദിയിൽ തനിക്ക് പറയാൻ കിട്ടാത്ത അവസരം അതിപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസിനെ എവിടെയും എത്തിക്കില്ല എന്നുള്ളതാണ്. കറക്റ്റാണ്, കൃത്യമാണത് എന്ന് തന്നെയല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നടന്ന 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് അടിപതറിയത് നമ്മൾ കണ്ടു. അത് പക്ഷേ ഈ പറഞ്ഞ ഒരു മതപരമായ സമീപനത്തിന് ഉപരിയായിട്ട് അവിടെ ചില നേതാക്കളുടെ തൻപോരിമയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഐ ആം ദ സ്റ്റേറ്റ്, ഐ ആം ദ കിങ് എന്ന് ചിന്തിക്കുന്ന ചില നേതാക്കൾ ഈ 2 സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും അവർ പരസ്പരം എത്രയോ കാലമായിട്ട് കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. മധ്യപ്രദേശിലേക്ക് വന്നാൽ നമുക്കറിയാം കമൽനാഥും ദിഗ്വിജയ് സിംഗും അവർ ഇതുപോലെ തന്നെയാണ്. ആരാണ് വലിയവൻ എന്നുള്ള ചിന്ത. അങ്ങനെയുള്ള നേതാക്കന്മാരാണ് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും തെരഞ്ഞെടുപ്പിലെ പരാജയത്തിലേക്ക് അതിന് കാരണമാകുന്നത്. ആ ഒരു സമീപനമാണ് ഒരു പക്ഷേ ശ്രീ സുധീരൻ്റെ ഈ ഒരു നിലപാടിൽ കൂടെ ഉണ്ടാകുന്നതെന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ചിന്തിച്ചാൽ അത് അതിശോക്തിയില്ല. KPCC പ്രസിഡന്റ് ഒരു പ്രസ്താവന കണ്ടു. കഴിഞ്ഞ അദ്ദേഹം പ്രസിഡന്റായപ്പോൾ ശ്രീ K സുധാകരൻ പ്രസിഡന്റായപ്പോൾ ശ്രീ VM സുധീരനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടു, സന്ദർശിച്ചു, സഹകരിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു മറുപടി ഉണ്ടായിട്ടില്ല. ഇതേ പദവിയിലിരുന്ന ആളാണ് ശ്രീ സുധീരനും. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, KPC പ്രസിഡന്റുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ സ്വതന്ത്രമായ നിലപാടിലേക്ക് പോകുമ്പോൾ അവിടെ ഈ പറഞ്ഞ തൻ്റെ ചില ആദർശങ്ങൾ ഇപ്പോഴും നഷ്ടപ്പെടുത്താതെ താൻ ഇവിടെ ഉണ്ട് എന്ന് വിളിച്ചറിയിക്കുന്നതിൻ്റെ ഒരു താല്പര്യമാണ് ഇതിൽ കൂടുതലും നിഴലിക്കുന്നത്. കുമാർ നോക്കൂ, ആ നിലയിൽ മാത്രം നമ്മൾ ഇതിനെ കാണുന്നത് ശരിയാണ്. ഒന്നാമത് അദ്ദേഹം മുന്നിലേക്ക് വെക്കാൻ ശ്രമിക്കുന്ന വിഷയം അയോധ്യ മുൻനിർത്തിയാണ്. അയോധ്യയിലേക്ക് അതിനെ ചുരുക്കേണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും നിലവിൽ അതാണ് സാഹചര്യം എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്.
ഇന്നലെ ഇപ്പോൾ KPCC യോഗം ചേരുമ്പോൾ ആ വിഷയം അദ്ദേഹം അവിടെ ഉന്നയിക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ അതിന് ഒരുപക്ഷെ സാധിക്കുന്നില്ലായിരിക്കാം. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ തുടർന്നായിരിക്കും അദ്ദേഹത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്രമാത്രം പ്രതികരിക്കേണ്ടി വരുന്നത്. നമുക്കറിയില്ല ഉള്ളിൽ എന്താണ് നടന്നതെന്ന്. പക്ഷേ അദ്ദേഹം പറയാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ അവിടെ പൂർണ്ണമായും അവതരിപ്പിക്കപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ല. അത് വ്യക്തമാണ്. അതിനെ തുടർന്ന് അദ്ദേഹം നേരത്തെ പോകേണ്ട സാഹചര്യം വ്യക്തിപരമാണ്. പക്ഷെ അപ്പോഴും ആ യോഗത്തിന് ശേഷം KPCC അധ്യക്ഷൻ വാർത്താ സമ്മേളനം നടത്തി പറയുന്നത് അങ്ങനെയല്ല. അദ്ദേഹം മറുപടി പോലും കേൾക്കാൻ തയ്യാറാകാതെ പോയി എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. മുതിർന്ന നേതാക്കൾ പറയുന്നത് അത് നേതൃത്വത്തിന് ഹിതകരമല്ലെങ്കിൽ അതിന് ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. അതാണ് സുധീരൻ ഈ മൃദു ഹിന്ദുത്വം വരെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനകത്ത് ചില പേഴ്സണൽ ഈഗോസ് നമ്മൾ പറയാം, ചില വ്യക്തിപരമായ ചില ധാർഷ്ട്യങ്ങളും ചില നിർബന്ധ ബുദ്ധികളും ഒക്കെ ഇല്ലേ, അതും കൂടി ഇതിനകത്തുണ്ടെന്ന് നമ്മൾ കാണണം. മറ്റൊന്നും കൊണ്ടല്ല. ഞാനിപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന് മറുപടി പറയേണ്ട ആള് പറയുന്ന മറുപടി കൂടെ കേൾക്കാനുള്ള ഒരു സൗമനസ്യം ഞാൻ കാണിക്കണം. ഞാൻ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അങ്ങ് ഇറങ്ങി പോകാ. അവിടെയാണ് പ്രശ്നം. അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ആ വിഷയം പറഞ്ഞു, ആ വിഷയം പറയുന്നുണ്ട്, അപ്പോൾ അതിൽ താങ്കൾക്ക് മറുപടി തരേണ്ടതുണ്ട് എന്ന് അവിടെ തന്നെ ദീപാദാസ് മുൻഷി തന്നെ പറയുന്നുണ്ട്. ആ വിഷയത്തിൽ മറുപടിയും കേൾക്കുന്നു. അതിനു മുൻപേ ഈ വ്യക്തിപരമായ കാര്യമുള്ളതിനാൽ നേരത്തെ പോകണമെന്ന് പറഞ്ഞതാണ്. അതിനുശേഷം അത് അറിയിച്ചതിനെ തുടർന്ന് തന്നെയാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല ശ്രീ അജിത് കുമാർ, അങ്ങനെയല്ല. നമ്മൾ ഈ പറയുമ്പോൾ ആർക്കും വ്യക്തിപരമായ കാരണങ്ങൾ ഇഷ്ടം പോലെ എല്ലാവർക്കും ഉണ്ടാവും. എത്രയോ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ നേതൃയോഗം കൂടുന്നത്. അവിടെ നേതൃയോഗമല്ല, KPCCയുടെ എക്സിക്യൂട്ടീവ് കൂടി. അപ്പോൾ അതിൽ പുതിയ AICCയുടെ ഒരു പുതിയ ഭാരവാഹി വന്നു. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ പ്രിയന്ദദാസ് മുൻഷിയുടെ ഭാര്യ ദീപാദാസ് മുൻഷി വന്ന് ഇത് അവർ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അവർക്ക് ബോധമൊന്നും ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ. അവർ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ, ഇവിടുത്തെ യഥാർത്ഥ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയാൻ കൂടിയാണ് അവർ ഇതിൽ പങ്കെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീ സുധീരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ കുറച്ചുകൂടി ഈ പറഞ്ഞ ചില പരാമർശങ്ങളുണ്ടല്ലോ, ചില മാധ്യമങ്ങളോട് ഞാൻ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊക്കെ ചില അപാകതകളുണ്ട്. അതായത് ഈ പാർട്ടിക്കൊരു നിലപാടുണ്ടല്ലോ, ആ നിലപാടിനപ്പുറത്തേക്ക് ഏത് നേതാവ് വളർന്നാലും അത് പാർട്ടിക്ക് അത് താങ്ങാൻ കഴിയില്ല. ശരിയാണ്, അത് ശരിയാണ്. പക്ഷേ ഈ നിലപാട് എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ വീണ്ടും അയോധ്യയിലേക്കും ഈ മൃദു ഹിന്ദുത്വത്തിലേക്കൊക്കെ വരേണ്ടി വരുന്നത്. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, ഇന്നിപ്പോൾ VM സുധീരൻ പറയുന്ന വാക്കുകൾ അത് രാഷ്ട്രീയ നിരീക്ഷകർ എന്നുള്ളത് മാത്രമല്ല, ഞാൻ അതിനെ കാണുന്നത് ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ, ചരിത്ര വിദ്യാർത്ഥികൾ ഗൗരവത്തോടു കൂടി കേട്ട് പഠിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം ഇടതുപക്ഷം എത്രയോ കാലമായി പറയുന്ന വാക്കുകളാണ് VM സുധീരനെ പോലുള്ളൊരു മുതിർന്ന നേതാവിന് പരസ്യമായി ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ്. എങ്ങനെ കാണുന്നു താങ്കൾ? തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ 2024 തെരഞ്ഞെടുപ്പിൽ BJPയെ പുറന്തള്ളാനുള്ള മതനിരപേക്ഷ ജനാധിപത്യ തത്വങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന 26 പാർട്ടികളുടെ ഒരു കൂട്ടായ്മ, അതിനെ കോൺഗ്രസ്സുകാർ മുന്നണി എന്നാണ് വിളിക്കുന്നത്, CPM അതിനെ ഒരു കൂട്ടായ്മയായിട്ടാണ് കാണുന്നത്. അത്തരം ഒരു കൂട്ടായ്മ രൂപം കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ BJPയുടെ അജണ്ടയിൽ തങ്ങളും പങ്കാളികളാവും. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് BJP നേതാക്കൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും UPയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമൊക്കെ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണത്തെ കാണുന്നത്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ തങ്ങളെ ക്ഷണിച്ചു, ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്, ഞങ്ങളതിൽ പങ്കെടുക്കും എന്ന് പരസ്യമായി ദിഗ്വിജയ് സിംഗ് പറയുന്നുണ്ടെങ്കിൽ, നെഹ്റുവിൻ്റെ കാലം മുതൽ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം കാത്തുസൂക്ഷിച്ച സുധീരൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വളരെ അടിസ്ഥാനപരമായ മതനിരപേക്ഷ നിലപാടുകൾ കോൺഗ്രസ് ഉപേക്ഷിക്കുന്നതിനെ ഒരു മുതിർന്ന കോൺഗ്രസ്സുകാരൻ എന്ന നിലക്ക് ശ്രീ സുധീരന് ഇത്രയും വാക്കുകൾ പറയാൻ കഴിഞ്ഞത് അഭിനന്ദനീയമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ കാണണം. 1990കളിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയാണ് മിസ്റ്റർ നരസിംഹറാവു. ആ നരസിംഹറാവുവിനെ ഈ സമീപ നാളുകളിൽ മണിശങ്കരർ വിശേഷിപ്പിച്ചത് നരസിംഹറാവു ഇന്ത്യയുടെ BJPയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണെന്നാണ്. നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് വാജ്പേയിയാണ്. അല്ല, BJP അജണ്ട വളരെ മനോഹരമായി നടപ്പാക്കി കൊടുത്ത, ബാബരി മസ്ജിദിന്റെ 3 കുംഭഗോപുരങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരത്തെ തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് എത്തിച്ചേർന്ന ഗുണ്ടകൾ, കർസേവകർ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഗുണ്ടകൾ വന്ന് ആ പള്ളി പൊളിക്കാനുള്ള നീക്കം നടത്തിയപ്പോൾ കിടന്നുറങ്ങിയ മനുഷ്യനാണ് ഈ നരസിംഹറാവു. ആ നരസിംഹറാവു ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നേതാവാണ് എങ്കിലും അദ്ദേഹം
യഥാർത്ഥത്തിൽ BJP അജണ്ട നടപ്പാക്കിയ ആദ്യത്തെ BJP പ്രധാനമന്ത്രിയായിട്ട് കാണണം എന്നാണ് മണിശങ്കരയ്യരെ പോലുള്ള ദക്ഷിണാശാലിയായ ഒരു കോൺഗ്രസ് നേതാവ് സമീപകാലത്ത് പറഞ്ഞത്. ഇതുമായി ചേർത്തുകൊണ്ട് സുധീരിൻ്റെ പ്രസ്താവന ഉയർന്ന ചില വിഷയങ്ങൾ എനിക്കിവിടെ സൂചിപ്പിക്കണം. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാധ്യമപ്രവർത്തകർ പറഞ്ഞു, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയാണ്, അവർക്ക് തത്വങ്ങളെക്കാളേറെ എന്താണ് ഓരോരുത്തരുടെയും താല്പര്യങ്ങളാണ്, വാർലോഡ്സ് ആണ്. ഇപ്പോൾ അശോക് ഗെഹ്ലോട്ട് ആയാലും അതേപോലെ തന്നെ ഛത്തീസ്ഗഡിലെ ഇപ്പോൾ തോറ്റുപോയ മുഖ്യമന്ത്രിയായാലും ഇവരെല്ലാം തന്നെ എന്താണ് യുദ്ധപ്രഭുക്കന്മാരാണ്. തങ്ങളുടെ പ്രവിശ്യയിൽ തങ്ങൾ കാര്യങ്ങൾ ചെയ്യും, ഇവിടെ മറ്റാരും ഇവിടെ വേണ്ട, എന്ത് ചെറുപാർട്ടികൾ, എന്ത് ഇടതുപക്ഷം, എന്ത് CPM എന്ന് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരണ എത്തണം, ആ രീതിയിൽ ചർച്ച നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത അധികാര ഭ്രാന്ത് പിടിച്ച യുദ്ധപ്രഭുക്കന്മാരുടെ സംഘടനയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ തരത്തിലുള്ള യുദ്ധപ്രഭുത്വം ഇല്ലെങ്കിലും ഒരർത്ഥത്തിൽ എന്താണ് ഓരോരുത്തരും താൻ വലിയ ആളാണെന്ന് ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഒരു തരത്തിലുള്ള ജനാധിപത്യപരമായ കേന്ദ്രീകരണവും സമവായ ധാരണകളും ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കോൺഗ്രസ് അങ്ങനെ അതപ്പതിപ്പിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് എതിർക്കാനുള്ള ആളുകൾ വരുമ്പോൾ അവർക്കെതിരായിട്ട് പൊതുവായ സമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തും. ആ അർത്ഥത്തിൽ സുധീരനും ഇപ്പോൾ കെ മുരളീധരൻ്റെ മണ്ഡലമായ വടകരയിൽ നിന്നാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ മുരളീധരനാണ് ഏറ്റവും ആദ്യം ചാടി വീണ് പറഞ്ഞത് സോണിയാഗാന്ധി ഈ ക്ഷണം സ്വീകരിക്കാൻ പാടില്ല, പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല. പിന്നെ അയാളുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല ഇതുവരെ. അതെന്തിനു വേണ്ടിയാണ്? സമൂഹത്തിൽ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വത്തെ സഹായിക്കുന്നതിൽ പങ്കാളിയാകുന്ന അജണ്ട വലിയ രീതിയിൽ വിമർശിക്കപ്പെടുമ്പോൾ ന്യൂനപക്ഷങ്ങളിലും മതനിരപേക്ഷ ശക്തികളിലും അത് വലിയ ആശങ്ക ഉയർത്തുമ്പോൾ അതിനോടൊപ്പമാണ് ഞാനെന്ന് വരുത്തി തീർക്കാനുള്ള ഒരൊറ്റയാൾ യുദ്ധപ്രഭു നിലപാടാണ് മിസ്റ്റർ മുരളീധരൻ തൻ്റെ പ്രസ്താവനയിലൂടെ എടുത്തത്. അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ കാണേണ്ടത് ഒഴുക്കൻ മട്ടിൽ മുരളിയും സുധീരനുമൊന്നും പ്രസ്താവന ഇറക്കുകയല്ലേ വേണ്ടത്. ഇതിനു വേണ്ടി രാജ്യത്ത് എല്ലാ വിഭാഗം ആളുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന മുഖ്യ പ്രതിപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന ധാരണ അതിൻ്റെ അണികൾക്കിടയിൽ എത്തിക്കാനുള്ള തുടർച്ചയായ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറാകുമോ? ഇപ്പോൾ ദാസ് മുൻഷി അവരിവിടെ വീണ്ടും അവർക്കാണ് കേരളത്തിലെ ചാർജ്. അവരോട് പറയണം സുധീരൻ ശക്തമായിട്ട് സോണിയാഗാന്ധിയോട് പോകരുത്, ഇതിനെതിരായിട്ട് ഞങ്ങൾ പരസ്യമായ രംഗത്ത് വരും. അതില്ല. എന്താണ് ഒരു പ്രസ്താവന ഇറക്കി എന്താണ് ഒന്ന് പേടിപ്പിച്ച് നിർത്തുക, ഒന്ന് ഭയപ്പെടുത്തി നിർത്തുക എന്നതിലപ്പുറത്ത് താത്വികമായി വളരെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ എടുക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അർജുൻ സിംഗ് ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ നരസിംഹറാവുവിൻ്റെ നിലപാടിനെതിരായിട്ട് ആ പാർട്ടിക്കകത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ്. ഇപ്പോൾ മണിശങ്കരയെ പോലുള്ള ആളുകൾ ശക്തമായ നിലപാട് സ്വീകരിക്കുക. പക്ഷേ അവരെ കോൺഗ്രസ്സുകാരെന്താണ് എവിടെ അടുപ്പിക്കുന്നില്ല. ഈ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടങ്ങുന്ന അവരുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ക്ലിക്ക് മണിശങ്കരയ്യർക്ക് ആ പാർട്ടിയിൽ വിലക്ക് കൽപ്പിച്ചിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഈ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഒരു കാരണവശാലും RSSന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ BJPയുടെ 2024 തെരഞ്ഞെടുപ്പ് ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പോകരുത്, അങ്ങനെ പോകരുത് എന്ന് ആവർത്തിച്ച് പറയാൻ സുധീരനെ പോലുള്ള നേതാക്കൾ തയ്യാറാകുമോ? ഇതിനൊരു തുടർച്ചയുണ്ടാകുമോ? ഈ കാര്യങ്ങളൊക്കെയാണ് ജനാധിപത്യവാദികളായ മതനിരപേക്ഷവാദികളായ നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ എന്താണ് ഒരു പ്രത്യേകതരം വികാരത്തെ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്നു എന്ന് വരുത്തി തീർത്ത് ജനങ്ങളുടെ മതനിരപേക്ഷ അഭിവാഞ്ചകളെ കബളിപ്പിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ ശ്രമിക്കരുത്. പ്രത്യേകിച്ച് സുധീരനെ പോലുള്ള നേതാക്കൾ ശ്രമിക്കരുത്. അവർക്ക് ഈ പ്രസ്താവനയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ തുടർച്ചയായി ദീപാദാസ് മുൻഷിക്ക് ആ കത്ത് കൊടുക്കാമല്ലോ. ശ്രീമതി സോണിയാഗാന്ധി പോകാൻ പാടില്ലെന്ന് സുധീരനെ പോലുള്ള ഒരു സീനിയർ നേതാവിന് ആവശ്യപ്പെടാമല്ലോ. ശരിയാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. പക്ഷേ ഇന്നലെ ഇപ്പോൾ KPCC യോഗത്തിൽ അയോധ്യ വിഷയം ചർച്ചയാക്കേണ്ടതില്ല എന്ന് ആദ്യം തന്നെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങൾ എന്ന നിലയിൽ നമ്മൾ പുറത്തുനിന്ന് അതിൽ മനസ്സിലാക്കുന്നത്. ഞാൻ വരാം ശ്രീ അജിത് കുമാർ. നോക്കൂ, ഇവിടെ ഇപ്പോൾ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഏറ്റവും ശക്തമായ മതേതര നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ കരുതുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. നോക്കൂ, ഈ രാമജന്മഭൂമി എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ടൂളാണ് BJPയുടേത് എന്നുള്ളത് ഒരു തരത്തിലും നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതും അതിന് മുന്നോടിയായി നടക്കുന്ന കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും ഒക്കെ എവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് ആർക്കും ഒരു സംശയമില്ല, ശിവസേനയ്ക്ക് പോലും. പക്ഷെ അതിൽ മിണ്ടാൻ നിലപാടെടുക്കാൻ കോൺഗ്രസിനാകുന്നില്ല എന്നുള്ളത് കഷ്ടമല്ലേ ശ്രീ അജിത് കുമാർ? അത് സത്യം, ഞാൻ അതിനോട് യോജിക്കുകയാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ പല കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വലിയ രാഷ്ട്രീയ കെണിയാണ് BJP ഇപ്പോൾ രൂപപ്പെടുത്തി വന്നിരിക്കുന്നത്. ആ കെണിയിൽ കോൺഗ്രസ് വീഴരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്
ശ്രീ കുഞ്ഞിക്കണ്ണനും ഞാനും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു പക്ഷേ ഈ മതനിരപേക്ഷ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നവർ തീർച്ചയായിട്ടും ആ കെണിയിൽ വീണ് കഴിഞ്ഞാൽ വലിയൊരു അപകടത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നുള്ള കാര്യത്തിൽ അതിന് ഒരു സംശയമില്ല. ആ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ ഈ ക്ഷേത്രത്തിൻ്റെ നമ്മൾ ചില കടകളൊക്കെ ചിലർ ഇപ്പോൾ സിനിമാ നടികളൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് പോലെ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ആ ചടങ്ങിലേക്ക് പലരെയും ക്ഷണിച്ചിട്ടുണ്ട്. പാർട്ടികളെ അല്ലല്ലോ ക്ഷണിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയോ CPIയെയോ അല്ലെങ്കിൽ പിന്നെ ശിവസേനയോ അങ്ങനെ വ്യക്തികൾക്കാണ് ക്ഷണം. അത് ഓരോ വ്യക്തിക്കും തിരഞ്ഞെടുക്കാം താൻ പോകണമോ വേണ്ടയോ എന്നുള്ളത് അത് അവരവരുടെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ KPCCയിൽ ഇന്ദിരാഭവനിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ ഇതൊരു വിഷയമാക്കേണ്ടതില്ല. ഇതൊരു പാർട്ടിയുടെ വിഷയമല്ല, വ്യക്തികൾക്കാണ് ക്ഷണം. വ്യക്തികൾക്ക് അത് അവർക്ക് സ്വയം തീരുമാനിക്കാം. പക്ഷേ അതൊരു ബാലിശമായ കോൺഗ്രസ് അല്ല, AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെക്കല്ല ക്ഷണം, സീതാറാം യെച്ചൂരിക്കല്ല ക്ഷണം. ക്ഷമിക്കണം, അല്ല പേരങ്ങനെ സീതാറാം യെച്ചൂരിക്ക് പേഴ്സണലായിട്ട് ക്ഷണം ഉണ്ടാകും, അല്ലെങ്കിൽ ഖാർഗെയ്ക്ക് പേഴ്സണലായിട്ട് ക്ഷണം ഉണ്ടാകും, അല്ല AICC പ്രസിഡന്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ CPIM ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിലോ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പോകാതിരിക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് CPIക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ നേതാക്കന്മാർ തീരുമാനിച്ചാൽ മതി, അത് CPIയുടെ നിലപാടാണ്. CPIMൻ്റെ അഖിലേന്ത്യാ നേതൃത്വം എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള തിട്ടൂരം കേരളത്തിൽ CPIM നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് അവരെ തീരുമാനിച്ചോളാം. അവർക്കത് വളരെ നിഷ്പ്രയാസമുണ്ട് ചെയ്യാവുന്ന കാര്യം. പക്ഷേ രാജ്യമെമ്പാടും പടർന്നു നിൽക്കുന്ന കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സാങ്കേതികമായിട്ട് മാത്രമല്ല പ്രായോഗികമായിട്ടുമുണ്ട്. അപ്പോൾ ഈ ക്ഷണം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ കരുതുന്നത്? അയോധ്യ ഒരു വലിയ വോട്ട് ബാങ്ക് ആണ് എന്നുള്ളത് കൊണ്ടാണ്? അല്ല, തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ബാബറി മസ്ജിദ് തകർത്ത ആ ഡിസംബർ 6 നമ്മൾ മറക്കാറായിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണ്. അതിനു മുൻപ് ഇപ്പോൾ ഈ BJPയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, കഴിഞ്ഞ 2 ടൈമായിട്ട് ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിനെ ആ പദവിയിലേക്ക് എത്തിച്ച ആ ഒരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. അന്നത്തെ BJPയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത 2 നേതാക്കളാണ് അടൽ ബിഹാരി വാജ്പേയിയും ലാൽകൃഷ്ണ അദ്വാനിയും. LK അഡ്വാനി നടത്തിയ ആ രഥയാത്രയുണ്ടല്ലോ, ആ രഥയാത്രയിലെ പൊടിയിൽ നിന്ന് പൊങ്ങി വന്നതാണ് ഇപ്പോഴത്തെ BJPയുടെ കേന്ദ്ര നേതൃത്വം. ഇപ്പോൾ അവർക്കിപ്പോൾ മുരളി മനോഹർ ജോഷി അഡ്വാണി ഒന്നും ആയിരിക്കത്തില്ല. അവർക്ക് ഏകദേശം പ്രായം കൂടി പോയി എന്നുള്ളതുകൊണ്ട് അവരെ കൈക്കലില്ലാതെ വാങ്ങി വയ്ക്കില്ല നമ്മൾ പറയില്ലേ, അതുപോലെ വാങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു, കേവലം 2 ലോക്സഭാ അംഗങ്ങളിൽ നിന്നും എത്ര ഇപ്പോൾ 350 എങ്ങനെ എത്തി, അതിൻ്റെയൊക്കെ പിന്നിലുള്ള ചില വളരെ വൈകാരികമായ ചില കാര്യങ്ങളുണ്ട്. ആ വികാരം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും രാമനൊരു വലിയ വികാരമാണ്. മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ റാം ആ വികാരത്തിലാണ്, അതിനെ മുതലെടുത്തുകൊണ്ടാണ് BJP ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതെന്നുള്ളത് നിഷേധിക്കാനാവാത്തൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ BJP. ഇപ്പോഴും അയോധ്യയും അവിടുത്തെ ക്ഷേത്രവും ഒക്കെയായി ബന്ധപ്പെട്ട് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ആ പ്രദേശത്ത് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഫൈസാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് 1000 രാമക്ഷേത്രങ്ങളുണ്ട്. മുക്കിന് നമ്മുടെ തിരുവനന്തപുരത്ത് എല്ലാം പിന്നെ അമ്മങ്കോവിലെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഫൈസാബാദിലൊന്നും അല്ലെങ്കിൽ പോട്ടെ, ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, ആ പേര് ഉപയോഗിക്കുന്നില്ല. അവിടെ ഇപ്പോൾ അങ്ങനെ രാമനൊരു പ്രത്യേകമായ ഒരു ആരാധനയൊന്നും അവിടെ ഒരിടത്തും നടക്കുന്നില്ല. അപ്പോൾ രാമനെ ഒരു ബിംബമാക്കി പ്രദർശിച്ചുകൊണ്ട് അതിലേക്കൊരു ദൈവികത്വം കൽപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന പാർട്ടി, അവർക്ക് ഇനിയിപ്പോൾ രാമനെ വിട്ട് അയോധ്യയിലെ രാമക്ഷേത്രം പണിയുക എന്നുള്ള അജണ്ട തുടങ്ങിയിട്ട് എത്ര വർഷമായി? 30 വർഷമായി. ശരിയാണ്. പക്ഷേ ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ ക്ഷണത്തിൽ നിന്നും വിട്ടുനിൽക്കാനാകില്ല എന്നുള്ള ലൈൻ കോൺഗ്രസ് സ്വീകരിക്കുന്നിടത്താണ് പ്രശ്നം. ഈ അയോധ്യ അല്ലെങ്കിൽ രാമൻ ഇതിനെയൊക്കെ BJP ഏത് നിലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് കേരളത്തിൽ മാത്രമല്ലല്ലോ കോൺഗ്രസിന്റെ പ്രശ്നമായി മാറേണ്ടത്. അത് രാജ്യാടിസ്ഥാനത്തിൽ ഒരേ നിലപാട് വിഷയത്തിൽ വേണമല്ലോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ മടങ്ങി വരാം. ശ്രീ വിഷ്ണു, നോക്കൂ, ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വിവിധ പാർട്ടികളെ ക്ഷണിക്കുമ്പോൾ ഒരു പക്ഷേ അത് ഇന്ത്യ എന്ന സഖ്യത്തിനകത്ത് ഒരു കൂട്ടായ്മയ്ക്കകത്ത് വിള്ളലുണ്ടാക്കാം എന്നാണ് നിങ്ങൾ കരുതിയതെങ്കിൽ, കോൺഗ്രസ് എന്ന മതേതര കക്ഷിക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ തമ്മിലടിയാണ്. BJP പ്രതീക്ഷിച്ചെടുത്ത് കാര്യങ്ങൾ എത്തി. ഞങ്ങൾ ആരെയാണ് ക്ഷണിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ? BJP ഇതിൽ എന്താണ് കക്ഷി? BJP ഇതിൽ ആരെയും ക്ഷണിച്ചിട്ടില്ല. ഇവിടെ ക്ഷണിച്ചത് ശ്രീരാമക്ഷേത്ര ട്രസ്റ്റാണല്ലോ. അപ്പോൾ അതിൽ BJPയുടെ തലയിൽ വെക്കാൻ നോക്കണ്ട. BJP ഇതിൽ ആരെയും ക്ഷണിച്ചിട്ടില്ല. BJPയെ ക്ഷണിച്ചിട്ടുണ്ട്, നരേന്ദ്രമോദിയെ ക്ഷണിച്ചിട്ടുണ്ട്, അമിത്ഷാജിയെ ക്ഷണിച്ചിട്ടുണ്ട്, ശ്രീ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ സംഘപരിവാറിൻ്റെ വിവിധ സംഘടനാ നേതാക്കളെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ നിലപാട്. കോൺഗ്രസ് പോകുന്നില്ലെങ്കിൽ പോകണ്ടെന്നേ. ഞങ്ങളാരെങ്കിലും നിർബന്ധിച്ചോ നിങ്ങളോട് പോകണ്ടെന്ന് പറഞ്ഞ് പോകാൻ?
ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ വിഷയം, നിങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങൾ ഞങ്ങളുടെ തലയിലേക്ക് ആരും കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 9 നേതാക്കൾക്ക് 1000 തീരുമാനമുള്ള പാർട്ടിയാണ്. അവർക്ക് കൃത്യമായി കെട്ടുറപ്പില്ല, അച്ചടക്കമില്ല. തോന്നിയതെല്ലാം തോന്നിയതുപോലെ വായിൽ തോന്നുന്നതെല്ലാം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് വിളിച്ചു പറയുക. അതിന് ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഞങ്ങൾ പോകും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾ പോയാൽ മതി. CPM പറഞ്ഞല്ലോ അവർ പോകുന്നില്ല, അത് അവരുടെ തീരുമാനം. ഞങ്ങൾ പോകുന്നു. കോൺഗ്രസിന് എന്തേ തീരുമാനമെടുക്കാൻ കഴിയാത്തത്? കാരണം കോൺഗ്രസ് വലിയ വിധത്തിലുള്ള ആശയപരമായ ന്യൂനതകൾ നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഈ രാജ്യത്ത് മാറുന്നു. വഴിയിൽ പോകുന്ന കുറ്റിച്ചൂട് സംഘടനകളെല്ലാം വന്ന് കോൺഗ്രസിനെ വിമർശിക്കുകയും അവരെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുകയാണ്. അവർക്കൊരു മറുപടി നൽകാനോ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോയതെല്ലാം കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ്. അതിന് BJPയുടെ നേർക്ക് വന്നിട്ട് യാതൊരു കാര്യവുമില്ല. BJPക്ക് ഈ വിഷയത്തിൽ കൃത്യമായ തീരുമാനമുണ്ട്. ഞങ്ങളുടെ നിലപാടുകൾ തന്നെയാണ് അയോധ്യയിൽ രാമക്ഷേത്രം എന്നുള്ളത്. അത് ഞങ്ങൾ കൃത്യമായി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് അറിയാം, ജനങ്ങൾ ഇന്നും അത് ചർച്ച ചെയ്യപ്പെടുന്നു. അത് നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അയോധ്യയെ ഭയക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ക്ഷേത്രത്തെ ഭയക്കുന്നത്? നിങ്ങൾ എന്തിനാണ് BJPയെ ഭയക്കുന്നത്? നിങ്ങൾ എന്തിനാണ് നരേന്ദ്രമോദിയെ പോലും ഭയപ്പെടുകയാണ്? ഞങ്ങൾ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയൊന്നുമല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഞങ്ങൾ കൃത്യമായി പാലിച്ചു. അന്തിമമായി കോടതി വിധിയുണ്ടായി. ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചു. ട്രസ്റ്റ് നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ അതിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നു. പ്രാണപ്രതിഷ്ഠ അവിടെ നിർവഹിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? ഞങ്ങൾക്ക് യാതൊരു അസ്വസ്ഥതയുമില്ല. ഞങ്ങൾ ഒരു കോൺഗ്രസ് നേതാക്കന്മാരെയും ക്ഷണിച്ചിട്ടുമില്ല. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ BJPയുടെ വാദം അതിൽ ഈ രാമക്ഷേത്ര ട്രസ്റ്റിനെയും BJPയെയും രണ്ടായി കാണണം എന്നുള്ളതാണ്. മറ്റുള്ള കക്ഷികളെ ക്ഷണിച്ചതുപോലെ രാമക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം BJPയും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. എത്രമാത്രം നിഷ്കളങ്കമായി കാണാം ആ വാദത്തെ? അല്ല, ഇവിടെ വിഷ്ണു വളരെ ഒരു ഫോർമൽ ലോജിക്കിൽ നിന്ന് നമ്മളെ പറ്റിക്കാൻ നോക്കുക. അങ്ങനെയൊന്നും നടക്കില്ല വിഷ്ണു. രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് RSSന്റെ നാഗപ്പൂർ അജണ്ടയനുസരിച്ച് രൂപം കൊണ്ടിട്ടുള്ള ഒന്നാണ്. രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ BJPയുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള പങ്ക് സംശയാതീതമായി തെളിഞ്ഞിട്ടുള്ളതാണ്. ആ വിധി പ്രസ്താവനയ്ക്ക് ശേഷം രഞ്ജൻ ഗൊഗോയി തന്നെ അദ്ദേഹത്തിന് വലിയൊരു ഫീസ്റ്റ് ഒരു ചൈനീസ് ഹോട്ടലിൽ ഏർപ്പെടുത്തിയതും അതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മിസ്റ്റർ രഞ്ജൻ ഗൊഗോയി BJPയുടെ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടതൊക്കെ നമുക്കറിയാം. നമ്മളാരും അത്ര വിഡ്ഢികളാണ്, ശിശു മനസ്സുള്ള ആൾക്കാരാണ് എന്ന് വിഷ്ണുവിനെ പോലുള്ള BJP സുഹൃത്തുക്കൾ തെറ്റിദ്ധരിക്കരുത്. 1981 മുതൽ വാഷിങ്ടൻ്റെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലോകസമ്മേളനം നടന്ന് വാഷിങ്ടനില്ല. ജന്മം കൊണ്ട് ഒറ്റ ഹിന്ദു ഇല്ലാത്ത രാജ്യമാണ് അമേരിക്ക. പൗരത്വം കൊണ്ടുണ്ടാകാം. ഇന്ത്യയിൽ നിന്ന് പോയ ചാറ്റർജിമാരും ചതോപാധ്യായമാരും മിശ്രമാരും ഒക്കെ തന്നെ അവിടെ അമേരിക്കൻ പൗരത്വം എടുത്തിട്ടുണ്ടാകും. പക്ഷേ ഒരൊറ്റ ആൾ പോലും ജന്മം കൊണ്ട് ഹിന്ദുവായില്ലാത്ത ഒരു രാജ്യത്ത് വെച്ച് വാഷിങ്ടണിൽ വെച്ച് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിലാണ് വളരെ ആസൂത്രിതമായ ഇന്ത്യയിൽ ഹിന്ദുത്വ അജണ്ടക്കാവശ്യമായ രീതിയിലുള്ള വലിയൊരു കുതിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരാധനാലയങ്ങൾ തർക്കമാക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. കാർണഗി എൻഡോവ്മെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ പീസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും അക്രമാസക്തമായ ഒരു ഇരുമ്പുരുക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട ഫൗണ്ടേഷനാണ് 3000 ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് അന്നുണ്ടാക്കി അന്നത്തെ ഈ വാഷിങ്ടൺ വിശ്വ ഹിന്ദു പരിഷത്ത് സമ്മേളനത്തിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷന് അശോക് സിംഗാളിൻ്റെ കയ്യിൽ അർപ്പിച്ചത്. അതനുസരിച്ചാണ്. ഇത് രാമൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ലല്ലോ. തൊട്ടടുത്ത് വാരാണസിയിൽ കാശി വിശ്വനാഥനില്ലേ, അപ്പുറത്ത് മധുരയിൽ കൃഷ്ണനില്ലേ, ഈദ്ഗാഹ് മൈതാനിയില്ലേ, ഗ്യാമ്പാബി മസ്ജിദില്ലേ. അപ്പോൾ ഇതൊരു തുടർ പ്രക്രിയയാണ്. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാൻ ഭൂരിപക്ഷ ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പാൻ ഇന്ത്യൻ ഐക്കണായിട്ട്, ഇവിടെ അജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു പാൻ ഇന്ത്യൻ ഐക്യനായിട്ട് രാമനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. എങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നത്? അവിടെയാണ് സുധീരനെ പോലുള്ള സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1984 രാമരാജ്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്ന ഉടനെ ഏറ്റവും ആദ്യം ചെയ്ത് ഇന്ത്യയിൽ ഇലക്ട്രോണിക് വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് ടെലിവിഷൻ പ്രചരണമൊക്കെ ആരംഭിച്ച് ആദ്യം ചെയ്ത് എന്താണ്? രാമായണം പരമ്പര സീരിയൽ ഈ രാജ്യത്തെ എല്ലാ ആളുകളെയും കാണിച്ചു. ആരാ രാമായണം പരമ്പര എഴുതിയത്? ആ സീരിയൽ ആരാ എഴുതിയത്? അമേരിക്കൻ ഇരുന്ന് ജീവിച്ചിരുന്ന രാമാനന്ദ സാഗർ എന്ന് പറയുന്ന ആളാണ്. രാമായണത്തിലെ രാമനുമായിട്ട് വാൽമീകി മഹർഷിയുടെ രാമനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ക്ഷാത്രവീര്യം, യുദ്ധോത്സുകത ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ്
ഈ പരമ്പരയിലൂടെ രാമൻ വന്നത്. ആ പരമ്പരയിൽ ശ്രീരാമനൊക്കെയായി അഭിനയിച്ച ആളുകൾ പിന്നീട് BJP സ്ഥാനാർത്ഥിയായി നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു പൊതുബോധ നിർമ്മിതിയിൽ രാമനെ ഉപയോഗിക്കുന്നത് വളരെ സമർത്ഥമായിട്ട് ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ ചെയ്തു കൊടുത്തു, രാജീവ് ഗാന്ധിയുടെ സർക്കാർ ചെയ്തു കൊടുത്തു. അപ്പോൾ അതിൻ്റെയൊക്കെ അനന്തരഫലത്തിലാണ്, തുടർച്ചയിലാണ് 86 നമുക്ക് എല്ലാവർക്കും അറിയാലോ അവിടെ തുറന്നു കൊടുത്തു. ഫൈസാബാദ് കോടതിയിലെ ഒരു സാധാരണ സിവിൽ കോടതി ഓർഡറിൻ്റെ മുകളിലാണ് അത് ND തിവാരി, നാരായണ ധർമാനന്ദ് തിവാരി, അദ്ദേഹം പിന്നീട് BJP ആയി കേട്ടോ. അന്നത്തെ കോൺഗ്രസിൻ്റെ UP മുഖ്യമന്ത്രി തുറന്നു കൊടുത്തു. പിന്നീട് 89 രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് ഇതേ നാരായണ ധർമാനന്ദ് തിവാരി അവിടെ ശിലാന്യാസത്തിന് അനുവാദം കൊടുത്തു. 92 രാജ്യത്തെ സുപ്രീം കോടതിയും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ദേശീയോദ്ഗ്രഥ സമിതിയൊക്കെ പള്ളി പൊളിക്കുന്നത് തടയണം, അതിന് ഏതറ്റവും വരെ പോകണം. കാരണം എന്താണ്, UP ഭരിക്കുന്നത് BJP ഗവൺമെൻറ്റാണ്, കല്യാൺ സിംഗ് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൽ നിന്ന് പള്ളി സംരക്ഷിക്കാനുള്ള നീക്കം ഉണ്ടാവില്ല, അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇടപെടണം എന്ന് പറഞ്ഞു. ഇടപെട്ടോ? എന്തെങ്കിലും ചെയ്തു? അവിടെ പള്ളി പൊളിക്കാൻ പോയ കർഷകർക്ക് സാനിറ്റേഷൻ സൗകര്യങ്ങളുടെ അഭാവം മൂലം പകർച്ചവ്യാധി പിടിപെടുപോയെന്ന ആശങ്ക രേഖപ്പെടുത്തിയ ആളാണ് നരസിംഹറാവു. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. BJPയുടെ കൃത്യമായ ഒരു അജണ്ട, കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ പിന്തുണയിൽ BJP ദേശീയ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം 2025 ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാകാൻ 2024 തെരഞ്ഞെടുപ്പിനെ വീണ്ടും ഞങ്ങൾക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു അവസരമാക്കാൻ കഴിയും. അതിന് ഭൂരിപക്ഷ ധ്രുവീകരണം, ഹിന്ദുമത ധ്രുവീകരണം ഉണ്ടാക്കണം. അങ്ങനെയുള്ള ഒരു മെജോറിറ്റേനിസം പൊളിറ്റിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ ക്യാമ്പയിൻ, രാഷ്ട്രീയ ആയുധം എന്ന നിലക്കാണ് അവർക്ക് രാമൻ. അവരുടെ രാമന് വാൽമീകി മഹർഷിയുടെ രാമനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന കാര്യം നമ്മൾ കാണണം. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു മതനിരപേക്ഷ പാർട്ടിയാണെങ്കിൽ 1949 പള്ളിക്കകത്ത് വിഗ്രഹങ്ങൾ അതിക്രമിച്ച് കടത്തിയപ്പോൾ അത് അവിടെ സ്വയംഭൂവായതാണെന്നാണ് ബാബ രാഘുദാസിനെ പോലുള്ള ഹിന്ദു മഹാസഭക്കാർ പ്രചരിപ്പിച്ചത്. ആ കാര്യങ്ങൾ അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന GV പന്ത് നെഹ്റുവിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ നെഹ്റു പന്തിനോട് പറഞ്ഞ എന്താണ്, അതൊക്കെ തെറ്റായ പ്രചരണങ്ങളാണ്, താങ്കൾ ചെയ്യേണ്ടത് അതിക്രമിച്ച് ഒളിച്ചു കടത്തിയ വിഗ്രഹങ്ങൾ എടുത്ത് സരയൂ നദിയുടെ പ്രവാഹഗതിയിലേക്ക് എറിയണമെന്നാണ് നെഹ്റു പറഞ്ഞത്. നെഹ്റുവിൻ്റെ ആ പാരമ്പര്യത്തെ പറ്റുന്ന കോൺഗ്രസ്സുകാരുണ്ടോ എന്ന ചോദ്യമാണ് നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്നത്. ആ നെഹ്റുവിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രതിധ്വനിയായിട്ട് സുധീരൻ്റെ പ്രസ്താവനയെ നമുക്ക് കാണാമോ എന്ന പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രസ്താവന കൊണ്ട് സുധീരൻ അടങ്ങിയിരിക്കരുത്, സുധീരൻ മുന്നോട്ട് പോകണം. കേരളത്തിലെ മതനിരപേക്ഷ ശക്തികളെ ആകെ കോൺഗ്രസിനകത്തെ മതനിരപേക്ഷവാദികളെ ആകെ കോൺഗ്രസിലെ ഹിന്ദുത്വവാദികൾക്കെതിരായിട്ട് അവരുടെ നിലപാട് മാറ്റാനുള്ള ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാൻ തയ്യാറാകുമോ എന്നതടക്കമുള്ള നിരവധി വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഈ സുധീരന്റെ പ്രസ്താവനയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ശ്രീ അജിത്ത്, നോക്കൂ, ഈ നെഹ്റുവിയൻ പാതയിൽ വരുന്ന കോൺഗ്രസ് ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ എന്തിനാണ് ഇത്ര മടി എന്നുള്ളതാണ് ചരിത്രത്തിന്റെ കൂടി പിൻബലത്തിൽ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ വിശദീകരിക്കുന്നത്. നെഹ്റു ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് നമുക്ക് അറിയാവുന്നതാണ്. എത്ര ക്ലിയർ ആയിരുന്നു, ഷാർപ്പായിരുന്നു അത്. ഒരുപക്ഷെ അദ്ദേഹം ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരിക്കണം. അതുകൊണ്ടാണല്ലോ അത് സരയൂ നദിയിൽ ഒഴുക്കാൻ അദ്ദേഹത്തിന് അന്ന് പറയാൻ സാധിക്കുന്നത്. ആ നെഹ്റുവിന്റെ പിന്മുറക്കാരാണ് ഇന്നത്തെ കോൺഗ്രസ് എന്നുള്ളതാണ്. വലിയ ഒരു അഭിമാനം തോന്നുന്നൊരു കാര്യമാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതും ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ അസുത പറഞ്ഞു അത് തന്നെയാണ്. ഒരു മിനിമം ഇതിൽ പറഞ്ഞാൽ നെഹ്റുവെങ്കിലും ഒരു സെക്യുലറിസ്റ്റ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിലൂടെ അദ്ദേഹം ഉയർത്താൻ മെസ്സേജ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിൽ നിന്നും അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അത് പ്രാവർത്തികമാക്കിയ ഒരു വലിയ ഇന്ത്യയുടെ നവഭാരത ശില്പികളിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നമ്മുടെ പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സെക്യുലർ ആ മനസ്സ് ഒരുപക്ഷെ പിന്നീട് ഒരു കാലപ്രവാഹത്തിൽ അത് ഈ പറഞ്ഞ പോലെ സരയൂ നദിയിൽ തന്നെ ഒഴുകിപ്പോയോ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള ആശങ്ക ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ട്. ഇതെല്ലാം എന്ത് പറഞ്ഞാലും അസിത നമുക്ക് ഇതെല്ലാം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല, അതിനുശേഷം 2 വർഷത്തിന് ശേഷം വരുന്ന കേരളത്തിലെ നിയമസഭ അല്ലെ മറ്റു പല സംസ്ഥാനങ്ങളോടൊപ്പം കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അവിടെയൊക്കെ ഒരു സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ പോലും ജാതിയും മതവും അതിൻ്റെ ഉപജാതിയും അതിൻ്റെ മറ്റു ഘടകങ്ങളും ഒക്കെയാണല്ലോ എല്ലാ പാർട്ടികളുടെയും പരിഗണന, CPIM ഉൾപ്പെടെയുള്ളവരുടെ. അപ്പോൾ അതിലിപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മേനി ചമയാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജാതി ഒരു മുഖ്യ ഘടകമായി നിൽക്കുന്ന സെക്യുലർ ഇന്ത്യയിൽ ഇതുപോലെയുള്ള ഈ ഒരുപാട് തമാശകൾ നമ്മൾ കാണേണ്ടി വരുന്നു.
ഈ പറഞ്ഞതുപോലെ ഈ രാമക്ഷേത്ര ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ ഈ പറഞ്ഞ ബിംബപ്രതിഷ്ഠയോ അല്ലെങ്കിൽ നേത്രോന്മീലനമോ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അതിന് ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലല്ലോ ക്ഷണിക്കേണ്ടത്. ആ രാഷ്ട്രീയ നേതാവ് എത്ര ഉന്നതനായിക്കോട്ടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു മന്ത്രവും തന്ത്രവും അറിയാവുന്ന ഏതെങ്കിലും ഒരു മന്ത്രിയെ വേണ്ട, ഒരു തന്ത്രിയെ വെച്ച് അതങ്ങ് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു നരേന്ദ്രമോദിയുടെ ഒരു റോഡ് ഷോയും ക്ഷമിക്കണം അമിത്ഷായുടെ മറ്റ് ചില പ്രകടനങ്ങളും പിന്നെ ഈ അയോധ്യ നിലനിൽക്കുന്ന ഉത്തർപ്രദേശിലെ തന്നെ മുഖ്യമന്ത്രിയുടെ ചില നടപടികളും ഇതെല്ലാമായിട്ട് ഇത് കേവലം ഒരു BJPയുടെ ഒരു പാർട്ടി പരിപാടിയായിട്ട് മാറ്റുകയല്ലേ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പരിസമാപ്തിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ കഴിയണം. അല്ലെങ്കിൽ വളരെ അപകടകരമായ BJP പറയുന്നത്. മറ്റുള്ളവരെ ക്ഷണിച്ചതുപോലെ BJP ക്ഷണിക്കുന്നു, BJPക്ക് എന്ത് കാര്യം അസുത? BJPക്ക് എന്ത് കാര്യം? ഈ ക്ഷേത്ര നിർമ്മാണം BJPക്ക് എന്ത് കാര്യം? ഇപ്പോൾ ശബരിമല ക്ഷേത്രം ഇപ്പോൾ വീണ്ടും മകരവിളക്കിൽ നട തുറന്നിരിക്കുകയാണ്. അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്ന ചില ആചാരങ്ങളും ചില കർമ്മങ്ങളും അതെല്ലാം ഉണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ തന്നെയാണ് ഈ പലരും ഇടപെടുന്നതെന്നുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഈ അയോധ്യയിൽ ഇപ്പോൾ ഒരു ക്ഷേത്രം ഉണ്ടായില്ല എന്ന് വിചാരിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ഒന്നും സംഭവിക്കുമായിരുന്നില്ല. അവിടെ ചെലവാക്കപ്പെട്ട കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുമല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ വീടുകളിലും കക്കൂസ് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരു ക്ഷേത്രം എന്തിനാണ് ക്ഷേത്രം? ദൈവവുമായിട്ട് എനിക്ക് നേരിട്ട് സംവദിക്കാൻ കഴിയുമെങ്കിൽ, ഡയറക്റ്റ് കമ്മ്യൂണിയൻ ഉണ്ടെങ്കിൽ ഒരു മധ്യസ്ഥൻ വേണ്ട. ഇപ്പോൾ ഒരു മധ്യസ്ഥൻ്റെ റോൾ എടുത്തിരിക്കുകയാണ് ഇവിടുത്തെ BJPയും സംഘപരിവാർ കക്ഷികളും അല്ലെങ്കിൽ സംഘടനകളും. അപ്പോൾ എനിക്ക് രാമനുമായിട്ട് സംവദിക്കണമെങ്കിൽ, ശ്രീരാമനുമായിട്ട് സംവദിക്കണമെങ്കിൽ, ഞാനൊരു വിശ്വാസിയാണെങ്കിൽ, എനിക്കെൻ്റെ മനസ്സിൽ എൻ്റെ ദൈവം ഉണ്ടെങ്കിൽ, എനിക്ക് ദൈവത്വമായിട്ട് എനിക്ക് നേരിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിയനാണ്. അതിനകത്ത് എനിക്ക് ഒരു മൂന്നാമസ്ഥൻ്റെ ആവശ്യമില്ല, മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. അങ്ങനെ ആ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പര്യാപ്തമായ കാര്യങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അതിൽ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറഞ്ഞ പോലെയുള്ള മാറ്റങ്ങൾക്ക് തയ്യാറാണോ കോൺഗ്രസ് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അവിടെ ഈ പറഞ്ഞ പോലെ വ്യക്തികളെ ക്ഷണിച്ചോ ആരെ ക്ഷണിച്ചോ ശ്രീ വിഷ്ണു പറയുകയുണ്ടായി, ആരെയും ക്ഷണിച്ചിട്ടില്ല, നരേന്ദ്രമോദിയെയും ക്ഷണിച്ചിട്ടില്ല, അമിത്ഷായെയും ക്ഷണിച്ചിട്ടില്ല, ആദിത്യനാഥിനെയും ക്ഷണിച്ചിട്ടില്ല എന്നൊക്കെ പറയും. പിന്നെ എന്തിനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ രംഗം? എന്താണ് അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ കാണിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ട അത് വളരെ വ്യക്തമാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ അപകടകരമാകും എന്നാണ്. വിഷ്ണു നോക്കൂ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ ഇതൊക്കെ വ്യക്തമാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. വിഷ്ണു പറഞ്ഞതുപോലെ രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണപ്രകാരം എത്തിയ നരേന്ദ്രമോദി അല്ല നമ്മൾ അവിടെ കാണുന്നത്. പകരം ഇന്നിപ്പോൾ മൻ കി ബാത്തിൽ എത്രമാത്രം സമയം, മൻ കി ബാത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ രാമക്ഷേത്രത്തെ രാജ്യത്തിന്റെ ബിംബമാക്കി മാറ്റാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ പൊളിച്ചു നീക്കപ്പെട്ട ബാബരി മസ്ജിദിനെ കുറിച്ചോ അതിന് പകരം നിർമ്മിക്കേണ്ട ഒരു നിർമ്മിതിയെക്കുറിച്ചോ പ്രധാനമന്ത്രിക്ക് മിണ്ടാൻ മടി തോന്നുന്നു വിഷ്ണു? അപ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ നിഷ്കളങ്കമായി കാണാൻ കഴിയുന്നത്? BJPയുടെ പൊളിറ്റിക്കൽ ടൂൾ അല്ല രാമനെന്നും അയോധ്യയെന്നും അല്ലാതാകുന്നു. അയോധ്യയുടെ തർക്ക വിഷയത്തെ സംബന്ധിച്ചിടത്ത് കഴിഞ്ഞ 550 വർഷങ്ങളായി അവിടെ തർക്കം നിലനിൽക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 550 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ക്ഷേത്രം നിലനിന്നിരുന്നും അത് തകർത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മസ്ജിദ് അവിടെ രൂപീകരിച്ചതെന്നും ഈ കൃത്യമായ ആർക്കിയോളജിക്കൽ സർവേകൾക്കും കൃത്യമായ റിപ്പോർട്ട് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് സമർപ്പിക്കപ്പെട്ടുള്ളതാണ്. അതിനുശേഷം തന്നെയാണ് അവിടെ ക്ഷേത്രം നിർമ്മിക്കാനുള്ള അനുമതി സുപ്രീം കോടതി നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആർക്കിയോളജിക്കൽ സർവേയുടെ ഡയറക്ടറായിരുന്ന ശ്രീ KK മുഹമ്മദ് അദ്ദേഹമാണ് ആ സർവേ നടത്തിയത്. അത് കൃത്യമായ തെളിവുകളുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം അദ്ദേഹം തന്നെ നൽകുകയുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൂടെ എന്തെല്ലാമാണ് താൻ കണ്ടെത്തിയെന്നുള്ള പറ്റിയുള്ള വിവരണങ്ങളെല്ലാം അദ്ദേഹം കൃത്യമായി പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കൂടി അദ്ദേഹം ഇന്നിവിടെ ജീവിച്ചിരിപ്പുള്ള വ്യക്തിയാണ്, കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ ഭാരതത്തിൽ രാമൻ എന്ന് പറയുന്നത് അവിഭാജ്യ ഘടകം തന്നെയാണ്. ഈ രാജ്യത്തെ കോടിക്കണക്കിന്, ലോകത്തിലെ കോടിക്കണക്കിന് എന്നൊരു നിർമ്മിതി ഉണ്ടായിരുന്നു എന്നുള്ളതിൽ തർക്കമില്ലല്ലോ. അവിടെ എങ്ങനെ ഒരു വിഗ്രഹം, എങ്ങനെ ഒരു ശിലാരൂപം അതിനുള്ളിൽ കണ്ടെത്തപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം.
അങ്ങനെ ഒരു ആരാധനാലയം, മുസ്ലിം ആരാധനാലയം നിന്നിടത്താണ് അത് പൊളിച്ചു നീക്കപ്പെടുകയും അതിനുശേഷമാണല്ലോ ബാക്കി ഈ നിയമയുദ്ധങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരു മനസ്ഥിതിയിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ്. അത് പൊളിച്ചു നീക്കണമെന്നും അവിടെ ഒരു രാമക്ഷേത്രം വരണമെന്നും ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം. നിങ്ങളാരും സംസാരിച്ചു കൊണ്ടിരുന്നതിന്റെ ഇടയിൽ കയറി ഞാൻ ഇടപെട്ടിട്ടില്ല. ചോദ്യം ചോദിച്ചിരുന്നു, ഞാനാണല്ലോ, അവരാരും ഇടപെട്ടില്ല. ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കി കഴിയട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിഷയമുണ്ടായപ്പോൾ ഈ രാജ്യത്തിൻ്റെ പ്രതിരൂപമാണ് ശ്രീരാമനെന്നും ഈ രാജ്യത്തെ ലോകത്തിലെ തന്നെ കോടിക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസ കേന്ദ്രമാണ് അയോധ്യ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അയോധ്യയ്ക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ടല്ലോ. അയോധ്യ ആക്രമിക്കപ്പെട്ടു, നഗരം ആക്രമിക്കപ്പെട്ടു. ബാബറുടെ നേതൃത്വത്തിൽ മുഗളന്മാരുടെ ഭരണകാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഈ രാജ്യത്തിൻ്റെ പല കോണുകളുണ്ടായി. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച് തകർത്തല്ലോ. അത് ആരുടെ കാലത്താണ് പുനർനിർമ്മിക്കപ്പെട്ടത്, പൂർത്തിയാക്കിയത്? കോൺഗ്രസിന്റെ ഭരണകാലത്താണ്. അപ്പോൾ ഈ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുകൾക്കും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഈ രാജ്യത്തിന്റെ പരമ്പരാഗതമായ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇടകി ചേർന്നവരാണ്. അത് അവർക്കാർക്കും ഇതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ രാമജന്മഭൂമി വിഷയം ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചു. ഞങ്ങൾക്കതിൽ ഒളിയും മറയുമെന്നല്ലോ ഞങ്ങൾ ജനങ്ങളോട് കൃത്യമായി പറഞ്ഞു. ഞങ്ങൾ ഒരു അജണ്ട അവതരിപ്പിച്ചു. അതിന് ജനം ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഭാഗത്ത് ശരിയെന്ന് തോന്നിയതുകൊണ്ടാണ്. പക്ഷേ ഇതിനെ എതിർത്ത മാർക്സിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും ജനം ചവറ്റുകൂട്ടിലേക്ക് തള്ളിയിട്ടുണ്ടെങ്കിൽ ജനം അവർക്ക് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. ജനം അംഗീകരിച്ചെന്നുള്ളതൊക്കെ എങ്ങനെയാണ് വാദിക്കാൻ പറയുന്നത്? പിന്നെ ഒരു സുപ്രീം കോടതി വിധിയാണ് അടിസ്ഥാനമെങ്കിൽ സാധാരണഗതിയിൽ ഒരു സുപ്രീം കോടതി വിധിയുടെ അവസാനം അത് ഓരോ ജഡ്ജ്മെന്റിലും അത് ആരുടെ നിരീക്ഷണങ്ങളാണ് എന്നുള്ളതൊക്കെ ഉണ്ട്. ഇവിടെ താതനില്ലാത്ത ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ട കോലാഹലങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് ഓർക്കണം വിഷ്ണു. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ പേര് രേഖപ്പെട്ടില്ല എന്നുള്ളത് നിങ്ങൾ സുപ്രീം കോടതിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതിന്റെ ബാധ്യത തീർക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല. അതിൽ ജനങ്ങളുടെ നെഞ്ചിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല. ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു. അല്ലാതെ ഇവിടെ ആർക്കാണ് പറയാൻ കഴിയുന്നത്? എന്തുകൊണ്ട് കോൺഗ്രസിന് ഈ വിഷയം കോൺഗ്രസിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് കാര്യം ഈ രാജ്യത്തെ ജനങ്ങളുടെ വലിയ വികാരം. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അയോധ്യയിലേക്ക് വരും. UPCC പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞല്ലോ, ഞങ്ങൾ ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾ അയോധ്യയിലേക്ക് വരുന്നു. അർജുൻ സിംഗ് പറഞ്ഞല്ലോ, ഞങ്ങൾ അയോധ്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. എന്തിന്? മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥ് പോലും അയോധ്യയിലേക്ക് വെള്ളിയിലേക്കുള്ള ശിലകൾ നൽകിയ വ്യക്തിയാണ്. അപ്പോൾ ഈ രാജ്യത്തെ കോൺഗ്രസ് എന്നോ BJP എന്നോ ഇടതുപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾ അയോധ്യയും ശ്രീരാമനും ഒക്കെ അവരുടെ ഹൃദയത്തിലാണ്. മഹാത്മാഗാന്ധിയുടെ ഹൃദയത്തിൽ രാമനായിരുന്നു. രാമരാജ്യ സങ്കല്പമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അങ്ങനെയെങ്കിൽ അതുപോലെ തന്നെ നിരവധി പേരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ബാബരി മസ്ജിദിനെ കുറിച്ച് മിണ്ടാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തയ്യാറാകണം. അത് എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അല്ല, ഇപ്പോൾ അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വിഷയത്തെ പറ്റി എപ്പോൾ സംസാരിക്കണമെന്ന് പ്രധാനമന്ത്രിക്ക് കൃത്യമായി അറിയാം. ആ കാര്യങ്ങൾ കൃത്യമായി പ്രധാനമന്ത്രി പറയുന്നുമുണ്ട്. അത് നിങ്ങൾ അസഹിഷ്ണുതയോടെ അല്ലാതെ കേട്ടാൽ നിങ്ങൾക്ക് ആ വിഷയം കൃത്യമായി മനസ്സിലാകും. ശരി വിഷ്ണു, മുസ്ലിം സഹോദരിമാർ എന്റെ ഒപ്പം നിന്നു എന്നൊരു വാക്കിനപ്പുറം ഒരു മുസ്ലിമിനെ കുറിച്ചും പ്രധാനമന്ത്രി ഒരു ഘട്ടത്തിലും മിണ്ടുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഒരു മതവിഭാഗത്തിനെതിരെയും അനുകൂലിച്ചോ അല്ല പറഞ്ഞത്. ഈ രാജ്യത്ത് നിയമത്തിന്റെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട കാര്യങ്ങളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, ശിവസേനയ്ക്ക് പോലും കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ എടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്താണ് ഈ വിഷയത്തിൽ BJP മുന്നിലേക്ക് വെക്കുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അവിടെ ഒരു നിലപാട് എടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. ഞാൻ ആദ്യം വിഷ്ണുവിനോട് ചോദിച്ചതുപോലെ ഒരുപക്ഷെ ഈ വിഷയം ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുമെന്നാണ് കരുതിയതെങ്കിൽ അത് കോൺഗ്രസിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നു. അപ്പോൾ കോൺഗ്രസ് ഒഴികെ രാജ്യത്തെ എല്ലാ കക്ഷികൾക്കും ഈ BJPയുടെ പൊളിറ്റിക്കൽ ലൈനിനെ കുറിച്ചും ഈ ഇന്ത്യ സഖ്യത്തിൽ തന്നെ BJP ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വിള്ളലിനെ കുറിച്ചും നല്ല ബോധ്യമുണ്ട്. അതെന്തുകൊണ്ട് കോൺഗ്രസിന് മാത്രം ഉണ്ടാകുന്നില്ല എന്നാണ് കരുതേണ്ടത്? ശ്രീ KT. അതുതന്നെയാണ് നമ്മൾ ഈ ചർച്ചയിൽ പ്രധാനമായിട്ട് പരിശോധിക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ വിഷ്ണു പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനൊന്ന് ടച്ച് ചെയ്ത് പോകണം. ഒന്നാമത്തെ പ്രശ്നം, ഈ KK നായർ KK മുഹമ്മദ് എന്നൊക്കെ പറയുന്ന രണ്ട് ചതിയന്മാരുണ്ടല്ലോ, ഒരു ഉത്തരവാദിത്വവുമില്ലാതെ ചരിത്രത്തെയും മിത്തുകളെയും വിശ്വാസത്തെയൊക്കെ കൂട്ടിക്കുഴക്കുന്ന സംഘപരിവാറിൻ്റെ ക്രിമിനലായ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത ആൾക്കാരാണ്. വിഷ്ണു, താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. താങ്കൾക്ക് സമയം തരൂ, അപ്പോൾ സംസാരിച്ചോളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ സമാധാനപരമായ ചർച്ച കൊണ്ടുപോകാമല്ലോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടണ്ടല്ലോ. തല്ലുകൂടാനാണെങ്കിൽ ഞാനും അതിൽ മോശക്കാരനല്ല. അപ്പോൾ ഈ KK മുഹമ്മദ് പറയുന്നത് 1528 ബാബർ അയോധ്യയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈനികർക്ക് നിസ്കരിക്കാനുള്ള പള്ളിയാണ് അദ്ദേഹം പണിതത്. ആ പള്ളി പണിയാനുള്ള ആർക്കിടെക്റ്റുകൾ, ആ പള്ളി പണിയാനുള്ള പണിക്കാർ ഒക്കെ ഇന്ത്യയിൽ ലഭ്യമായ ആളുകളാണത് ചെയ്തത്. അദ്ദേഹം അവിടുന്ന് കൊണ്ടുവന്ന ആൾക്കാരല്ല. അപ്പോൾ ഇന്ത്യൻ വാസ്തുശില്പ
കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ കെ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ വീഡിയോ RSSകാർ വൻ രീതിയിൽ പ്രചരിപ്പിക്കുക. കെ മുഹമ്മദ് പറയുന്നതാണ് ഈ തൂണുകളൊക്കെ തന്നെ ഈ ഇന്ത്യൻ ക്ഷേത്രശില്പങ്ങളായിരുന്നു എന്നാണ്. ഉണ്ടാകാം. ഇപ്പോൾ ഒരു ആരാധനാലയം പണിയുമ്പോൾ അതും ഒരു സൈനിക യാത്രക്കിടയിൽ, ഒരു സൈനിക പര്യടനത്തിനിടയിലാണ് പള്ളി ഉണ്ടാക്കുന്നത്. അവിടെ ഒരു ടെമ്പററി അറേഞ്ച്മെൻ്റ് നടക്കുക പള്ളി ഉണ്ടാക്കുന്നത്. അത് മറ്റൊരു പള്ളി പൊളിച്ചിട്ടാണ് എന്ന കാര്യം കെ മുഹമ്മദിൻ്റെ എക്സ്കവേഷൻ റിപ്പോർട്ടിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് രഞ്ജൻ ഗൊഗോയി അദ്ദേഹത്തിൻ്റെ വിധിയിൽ ഉദ്ധരിച്ചില്ല? അദ്ദേഹം അവിടെ മുമ്പൊരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന കാര്യം രഞ്ജൻ ഗൊഗോയിയുടെ ബെഞ്ച് അംഗീകരിച്ചിട്ടില്ല. അത് പൊളിച്ചത് തന്നെയാണെന്നും അവിടെ മുമ്പൊരു ക്ഷേത്രം ഉണ്ടായിരുന്നില്ല എന്ന നിലപാടിൽ നിന്നുകൊണ്ടാണ് 92 ക്ഷേത്രം പൊളിച്ച നടപടിയെ ഈ വിധി വിമർശിച്ചത്, 86 തുറന്നു കൊടുത്ത നടപടിയെ ഈ വിധി വിമർശിച്ചത്, 89 ശിലാന്യാസം നടത്തിയ വിധിയെ ഈ നീക്കത്തെ ഈ വിധി വിമർശിച്ചത്. എന്നിട്ട് അവസാനം രഞ്ജൻ ഗൊഗോയി എന്താണ്, ഇതിന് നിയമപരമായ സിവിലായ യാതൊരുവിധ വസ്തുനിഷ്ഠ തെളിവുകളുമില്ല. എന്നാൽ കുറേ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നു, ഹിന്ദുക്കൾ അങ്ങനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ വിശ്വസിക്കുന്നത് കൊണ്ട് സുന്നി വഖഫ് ബോർഡിൻ്റെ ഉടമസ്ഥയിലുള്ള 2.77 ഏക്കർ ഭൂമി വിശ്വാസത്തെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി, തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവിടെ ക്ഷേത്രം പണിതോട്ടെ എന്നാണ് രഞ്ജൻ ഗൊഗോയിയുടെ വിധി പറഞ്ഞത്. അതുകൊണ്ട് താങ്കളെപ്പോലുള്ള ആളുകൾ ഈ കെ നായരെയും കെ മുഹമ്മദിനെയും ഉദ്ധരിക്കരുത്. ഇന്ത്യയുടെ പരമോന്നത കോടതി പോലെയും ഇത്ര വലിയൊരു വിധി പ്രസ്താവനയിൽ അലഹബാദ് ഹൈക്കോടതി വിധി തൊട്ടുള്ള എല്ലാ വിധി പ്രസ്താവങ്ങളെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പുരാവസ്തു റിപ്പോർട്ടുകളെയും ഉത്ഖനന വിവരങ്ങളെയും ഒക്കെ തന്നെ മുമ്പിൽ നിർത്തി പരിശോധിച്ചെഴുതി തയ്യാറാക്കിയ ഒരു വിധിയാണ് രഞ്ജൻ ഗൊഗോയിയുടെ വിധി. ആ വിധി എന്താണ്, നിയമപരമായിട്ട് വസ്തുതാപരമായിട്ട് ഇത് രാമ ട്രസ്റ്റിനുള്ളതല്ല, ഇതിൻ്റെ ഉടമസ്ഥ സുന്നി വഖഫ് ബോർഡാണ്. പക്ഷേ വിശ്വാസം അതായതുകൊണ്ട് ഞങ്ങൾ അവിടെ അമ്പലം പണിയാൻ അനുവദിക്കുന്നു. മുസ്ലിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് 5 ഏക്കർ സ്ഥലം അനുവദിച്ച് അവിടെ അമ്പലം പണിയാനുള്ള സഹായവും കേന്ദ്ര സർക്കാർ പള്ളി പണിയാനുള്ള സഹായവും കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കണമെന്ന ഒരു സമവായ സമീപനമാണ് രഞ്ജൻ ഗൊഗോയി സ്വീകരിച്ചത്. പക്ഷേ RSSകാർ എല്ലായിടത്തും എന്താണ്, ഈ കെ മുഹമ്മദ് എന്ന് പറയുന്ന വഞ്ചകന്റെ പേര്, പുരാവസ്തു ഉത്ഖനന വിവരത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ ഒരാളുടെ പേര് ഉദ്ധരിക്കുകയാണ്. ഇന്ത്യയിലെ കാര്യവിവരമുള്ള എല്ലാ ചരിത്രകാരന്മാരും കെ മുഹമ്മദ് കള്ള ഉത്ഖനന റിപ്പോർട്ടാണ് കൊടുത്തത് എന്ന കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉത്ഖനനം എന്ന് പറയുന്ന ഒരു നിർദ്ദിഷ്ട ചരിത്ര സാഹചര്യവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ട, അവിടെ നിലനിന്നിരുന്ന വാസ്തു ശില്പശൈലി ഇതെല്ലാമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ട കാര്യമാണ് എന്ന പ്രശ്നം ഇന്ത്യയിലെ കാര്യവിവരമുള്ള പുരാവസ്തു വിജ്ഞാനീയത്തിൽ വിവരമുള്ള ചരിത്രകാരന്മാർ പോലും പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഇത് വിഷ്ണുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇനി കാര്യങ്ങളിലേക്ക് വന്നാൽ കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ് ഇതിൽ നിലപാടെടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് 1984 മുതൽ ഈ ഹിന്ദുത്വത്തിൻ്റെ ഗുണം തിന്നു വളർന്നവരാണ്. കാരണം 84 രാജീവ് ഗാന്ധി രാമരാജ്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. RSS 84 തെരഞ്ഞെടുപ്പിൽ പരസ്യമായി രാജീവ് ഗാന്ധിക്ക് വോട്ട് പിടിച്ചു. അങ്ങനെ രാജീവ് ഗാന്ധിക്ക് വലിയ പിന്തുണ RSS കൊടുത്തു. BJP വേറൊരിടത്ത് മത്സരിക്കുമ്പോൾ രാജീവ് ഗാന്ധിയുടെ കൂടെയാണ് RSS നിന്നത്. പിന്നീട് 92 വരെ ഇതിൻ്റെ നേട്ടങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. VP സിംഗ് സർക്കാർ ഇതിനെതിരായിട്ട് എടുത്ത ഒരു നീക്കത്തെ BJPക്കാരും കോൺഗ്രസ്സുകാരും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് VP സിംഗിനെ പുറത്താക്കിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിന് വേണ്ടി അവർ ഒന്നിച്ചിട്ടുണ്ട്. ഹിന്ദുത്വത്തിൻ്റെ അജണ്ട ബാബറി മസ്ജിദ് മാത്രമല്ല, മണ്ഡലിനെ തള്ളിക്കളിയാന്നുള്ളതും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മണ്ഡലിനും മസ്ജിദിനും മന്ദിറിനും വേണ്ടിയുള്ള അവരുടെ നിലപാടുകളിൽ പലപ്പോഴും കോൺഗ്രസ് പാർട്ടി BJPയുമായിട്ട് പല ഘട്ടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെ അതിശക്തമായി ചെറുക്കാൻ, പ്രതിരോധിക്കാൻ, ഇതിനെതിരായിട്ട് ഇപ്പോൾ സുധീരൻ പറയുന്നത് പോലെയൊക്കെയുള്ള ധീരമായ രീതിയിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ പലപ്പോഴും കോൺഗ്രസിലെ ദേശീയ നേതാക്കൾ തയ്യാറായില്ല. ദേശീയ നേതാക്കളുടെ പ്രശ്നം എന്താണ്? അവരുടെ അക്കമഡേഷൻ മാത്രമാണ്. അവർക്ക് കേന്ദ്രമന്ത്രിയാകാൻ പറ്റുമോ, ഗവർണറാകാൻ പറ്റുമോ, അംബാസഡർ ആകാൻ പറ്റുമോ എന്നൊക്കെയുള്ള അക്കമഡേഷൻ അപ്പുറത്ത് അവർ നെഹ്റു പുലർത്തിപ്പോന്നിരുന്ന തത്വാധിഷ്ഠിതമായ ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ചിന്തിച്ചിരുന്നില്ല എന്നുള്ള വസ്തുതയാണ്. അതിൻ്റെ ഏറ്റവും ദുരന്തപൂർണമായ ഒരു അപജയത്തിലാണ് നമ്മളെല്ലാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ 26 പാർട്ടികളുടെ ഐക്യത്തെ നിരായുധമാക്കുന്ന, BJPക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ ദുർബലമാക്കുന്ന ഒരു നിലപാടാണ് ഈ രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ ക്ഷണം സ്വീകരിക്കുക വഴി കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത്. തീർച്ചയായിട്ടും സുധീരനെ പോലുള്ള ആളുകളുടെയൊക്കെ പ്രസ്താവനയുടെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ട് സോണിയാഗാന്ധിയൊക്കെ അതിൽ പോകാതിരുന്നാൽ ഈ രാജ്യത്തോട് ചെയ്യുന്ന ഒരു നീതിയായിരിക്കും. അനീതികരമായ ഒന്നിന് ലെജിറ്റിമസി ഉണ്ടായിക്കൊടുക്കുന്ന, അതിന് അംഗീകാരം ഉണ്ടായിക്കൊടുക്കുന്ന ഒരു നിലപാടിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കൾ പങ്കെടുക്കാൻ പാടില്ല, ആ നിലപാടിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന കാര്യം സുധീരനെ പോലുള്ള ആളുകൾ ഉറപ്പിച്ചും
ആവർത്തിച്ചു പറയാൻ തയ്യാറാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മുടെ മുമ്പിലുള്ളത്. ക്ലിയർ ആണ്. ശ്രീ അജിത്ത്, നോക്കൂ, ഇന്നിപ്പോൾ സുധീരൻ പറഞ്ഞ വിഷയങ്ങളിൽ അതിനെ രണ്ട് തരത്തിലാണ് നമ്മളതിനെ കാണുന്നത്. അതിലൊന്ന് ഈ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ രണ്ട് സംഘടനാപരമായ ഒരുപാട് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇത് രണ്ടും ഫലത്തിൽ ഒരിടത്തേക്കാണ് വിരൽ ചൂണ്ടുന്നതെങ്കിൽ പോലും നോക്കൂ, അദ്ദേഹം പറയുന്നത് ഈ സുധീരൻ മാത്രമല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും കെ സുധാകരനും കെ സുധാകരനെ പോലുള്ളവരും പ്രതിപക്ഷ നേതാവും ഒക്കെ വി ഡി സതീശനും ഒക്കെയും ഈ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പുകളുടെ കാലം കോൺഗ്രസിൽ കഴിഞ്ഞു എന്ന നിലയിൽ നമ്മൾ അതിനെ കണ്ടവരാണ്. പക്ഷേ രണ്ടിനു പകരം 5 ഗ്രൂപ്പുകളായി എന്നുള്ളത് മാത്രമല്ല, ആ 5 ഗ്രൂപ്പുകളിൽ വീണ്ടും ഉപഗ്രൂപ്പുകൾ ഉണ്ടായി എന്നൊക്കെ പോലുള്ള ആരോപണങ്ങൾ പോലും സുധീരന് പറയേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ കാണുന്നു ആ പോയിന്റിലേക്ക്? തീർച്ചയായും അത് ഇപ്പോഴാണ് നമ്മൾ ആ കോൺഗ്രസ് പൊളിറ്റിക്സിലേക്ക് വന്നത്. ഇതുവരെ രാമജന്മഭൂമിയുടെ പരിസരത്ത് ഞാനത് അല്പം ചരിത്രപരമായി ആ ചരിത്രം പറയുമ്പോൾ ഞാൻ ശ്രീ കുഞ്ഞിക്കണ്ണനോ അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരുപക്ഷെ ശ്രീ കുഞ്ഞിക്കണ്ണൻ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ കോഴിക്കോട് മാധ്യമപ്രവർത്തനമായിട്ട് ജോലി ചെയ്ത കാലത്തൊക്കെ ഞങ്ങൾ ഒരുപാട് സഹകരിച്ചിട്ടുള്ളവരാണ്. ഇപ്പോൾ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് വിയോജിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു കെ മുഹമ്മദിനെ ഒരു കെ നായരെ പറഞ്ഞു. ഞാൻ വേറൊരു പേരോട് പറഞ്ഞു, കെ കുറുപ്പ് അങ്ങയുടെ നാട്ടിലുള്ള. ഇപ്പോൾ ഈ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ നടന്ന പുരോഗമനപരമായ നേട്ടങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നു എന്ന് പറയുന്ന വിപ്ലവങ്ങളെക്കുറിച്ചുമൊക്കെ ചരിത്രത്തെ വളച്ചൊടിച്ചുള്ള ചില പരാമർശങ്ങൾ ചരിത്രത്തെ വല്ലാണ്ട് ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ട് BJPയും CPIഎമ്മും. അതിനകത്ത് ഞാൻ ഈ കെ മുഹമ്മദ് കെ നായർ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഒരു പേരൂടെ അവിടെ ചേർത്ത് വയ്ക്കുകയാണ്. കെ കുറുപ്പ് മലബാറിലെ കാർഷിക മേഖലയിൽ നടന്ന ചില വിപ്ലവങ്ങൾ എന്നുള്ള രീതിയിൽ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ഒരു ഉണർവിലേക്ക് നയിച്ചു എന്നുള്ളത് സത്യം. പക്ഷേ അതൊക്കെ അവിടെയൊക്കെ ചരിത്രത്തിൻ്റെ വല്ലാണ്ട് വളച്ചൊടിക്കൽ അവിടെ നടന്നിരിക്കുന്നു. ഒന്ന്. രണ്ട്, ഈ പറഞ്ഞതുപോലെ പറഞ്ഞ പോലെ ശ്രീ കുഞ്ഞിക്കണ്ണൻ മലബാറിൽ തന്നെ ജനസംഘം ഉണ്ടായിരുന്ന കാലത്ത് ജനസംഘത്തിൻ്റെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളില്ലേ? അവരിപ്പോ വലിയ സമുന്നതരായ നേതാക്കളല്ലേ? അല്ല, ഒരു മിനിറ്റ് ഞാൻ ഇതിനൊന്ന് മറുപടി പറഞ്ഞാൽ മതിയാവും. അല്ല, അപ്പോൾ ഈ അന്ന് ഉണ്ടായിരുന്ന ജനസംഘത്തിന്റെ കൂടെ പിന്തുണയോടെ ജയിച്ചു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഓക്കെ, അത് അദ്ദേഹം അത്രയും പറഞ്ഞുകൊണ്ട് ഞാനത് കേട്ടിട്ട് അത് കേൾക്കാതെ പോകരുതല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും കോൺഗ്രസ്സിന് ഒരു കാലത്ത് ഗ്രൂപ്പുകളുടെ വലിയൊരു അതിപ്രസരം ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ കേവലം 2 ഗ്രൂപ്പുകളായിരുന്നു. അന്ന് പഴയകാല ഗ്രൂപ്പുകളുടെ തുടക്കം മുതൽ തന്നെ മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. ഗ്രൂപ്പുകൾ ശക്തിപ്പെടുമ്പോഴാണ് പാർട്ടി ശക്തിപ്പെടുന്നത്. ആ തിയറിയൊക്കെ ഈ പറഞ്ഞ പോലെ സരയൂലോ യമുനയിലോ ഗംഗയിലോ ഒക്കെ ഒഴുകിപ്പോയി. ഇപ്പോൾ ശ്രീ സുധീരൻ പറഞ്ഞു ഇവിടെ ഇപ്പോൾ 6 ഗ്രൂപ്പുകളുണ്ടെന്ന്. ഞാൻ പറയുന്നു കേരളത്തിൽ ഒരു ഗ്രൂപ്പും ഇല്ല. മറ്റൊന്നും കൊണ്ടല്ല, അതിൻ്റെ ഒരു പോസിറ്റീവ് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ചില നേതാക്കന്മാരുടെ ചുറ്റുവട്ടത്ത് കറങ്ങുന്ന ചില ഉപഗ്രഹങ്ങൾ പോലുള്ള ചില സംവിധാനങ്ങളാണ്. ആര് എവിടെ ആരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് നേതാക്കന്മാർക്കും അറിയില്ല. നേരത്തെ A ഗ്രൂപ്പും I ഗ്രൂപ്പും ഉണ്ടായിരുന്നു. ഇപ്പോൾ A ഗ്രൂപ്പും I ഗ്രൂപ്പും ഇല്ല എന്ന് തന്നെ അവർ തമ്മിൽ ഒരു വിഷയം യോജിച്ച് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് 5 ഗ്രൂപ്പും അതിനുള്ളിലുള്ള ഉപഗ്രൂപ്പും മാത്രമല്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഈ 2016 തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയിലേക്ക് പോയതിന് കാരണം പോലും ഇതാണ്. ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള താല്പര്യങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം വന്നു. ഈ വിഷയമൊക്കെ താൻ ചൂണ്ടിക്കാട്ടിയെങ്കിലും അതിലൊന്നും നടപടി ഉണ്ടായില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഈ ഗ്രൂപ്പുകൾ അതിപ്രസരം ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, ഇപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ ഉപരിയായിട്ട് ഇപ്പോൾ ചില നേതാക്കന്മാരുടെ ലീഡർ സെൻട്രിക് ആയിട്ട് ഏതെങ്കിലും അല്ലെങ്കിൽ പേഴ്സണൽ സെൻട്രിക് ആയിട്ട് ഇൻഡിവിജ്വൽ സെൻട്രിക് ആയിട്ടുള്ള മുമ്പ് അതായിരുന്നു എന്ന് തന്നെ കരുതാം. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി ഒരു വല്ലാത്തൊരു തലത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന്. ഇപ്പോൾ ഈ പഴയ പോലെ AI ഇല്ല. ഇപ്പോൾ AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇപ്പോൾ അല്ലാതെ ആൻ്റണി ഗ്രൂപ്പും ഇന്ദിരാ കോൺഗ്രസ് ഗ്രൂപ്പും അല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് നേതാക്കന്മാരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ, ഈ നേതാക്കന്മാർക്ക് ചുറ്റിൽ നിൽക്കുന്നവരെ കുറിച്ച് പോലും വലിയ വിശ്വാസമില്ല. ഇന്നിപ്പോൾ എൻ്റെ വട്ടത്തെ ഇങ്ങനെ കറങ്ങുന്നു, അവൻ നാളെ മറ്റേ നേതാവിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു. അപ്പോൾ ഈ പറഞ്ഞ നേതാക്കൾക്കും കൂടെ നിൽക്കുന്ന അനുയായികൾക്കും പരസ്പര വിശ്വാസം പോലും നഷ്ടപ്പെട്ടുകൊടുക്കുന്ന ഇതിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഗ്രൂപ്പുകളുടെ ഒരു വലിയ ഒരു അതിപ്രസരമൊന്നും ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ കാര്യത്തിൽ ശ്രീ സുധീരൻ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായും വിയോജിക്കുകയാണ്. 6 ഗ്രൂപ്പ് എന്ന് പറയുന്ന അദ്ദേഹം എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. മുമ്പാണെങ്കിൽ നമുക്കറിയാം ഇന്നാരെ ഇപ്പോൾ ശ്രീ ആന്റണിയുടെ അദ്ദേഹം ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ ഒരു പക്ഷേ ഗ്രൂപ്പിന്റെ ഏറ്റവും കൂടുതൽ അതിപ്രസരത്തിന്റെ അതിന്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്താണ് ശ്രീ ഉമ്മൻചാണ്ടി
ഉണ്ടായിരുന്നത്. ശ്രീ ആൻ്റണി ഈ ഗ്രൂപ്പിസം ഒക്കെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഡൽഹി പൊളിറ്റിക്സിലേക്ക് പോയി. ശ്രീ കരുണാകരൻ്റെ ആ കാലവും കഴിഞ്ഞു. അതിനുശേഷം ശ്രീ മുരളീധരൻ പോലും ഒരുപക്ഷെ ഐ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം തന്നെ അത് പറയട്ടെ. അതല്ല, പക്ഷേ അപ്പോൾ പിന്നീട് ശ്രീ ഉമ്മൻചാണ്ടിയെ കേന്ദ്രീകരിച്ചായിരുന്നു ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം. ആ സമയത്തും AI എന്നുള്ളത് വളരെ വ്യക്തമായതായിരുന്നു. എ ഗ്രൂപ്പിൽ ഇന്നാരൊക്കെയുണ്ട് നേതാക്കന്മാർ, അവരോടൊപ്പം നിൽക്കുന്നവർ അനുയായികൾ, ഐ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ടെന്നുള്ളത്. ആ കാലവും കഴിഞ്ഞു. അപ്പോൾ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ അവരൊക്കെ തമ്മിൽ വലിയ നല്ല ധാരണയോടെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് KPCC പ്രസിഡന്റ് ശ്രീ സുധാകരനും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും അവരും അവരുടെ ഒരു പാരസ്പര്യമുണ്ട്. അവരും പരസ്പര ധാരണയോടുകൂടി തന്നെയാണ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. സുധാകരനും VD സതീശനും എന്നതിലേക്ക് അപ്പുറത്തേക്ക് ചർച്ചകളും തീരുമാനങ്ങളും ഒന്നും നീളുന്നില്ല. കൂടിയാലോചന ഇല്ല എന്ന് പറയുന്നത് സുധീരൻ മാത്രമല്ല, ഇതിന് മുൻപ് ഞാൻ ഒരു ഒറ്റ കാര്യം പറയട്ടെ. ശ്രീ സുധീരനെ വീട്ടിൽ പോയി ഞാൻ പുതിയ KPCC പ്രസിഡന്റായിട്ട് ചാർജ് എടുക്കണം, അങ്ങേരുന്ന പദവിയിലേക്ക് വന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് സഹകരണം ഉണ്ടാകണം, KPCCയിലേക്ക് വരണം എന്ന് പറഞ്ഞ് K സുധാകരൻ ഗൗരീശവട്ടത്തെ VM സുധീരൻ്റെ വീട്ടിൽ ചെന്നിരുന്ന് അദ്ദേഹത്തെ കണ്ടിരുന്നു എന്ന് ഇന്നലെ സുധാകരൻ പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ? അതെന്താ മനസ്സിലാക്കാത്തത്? അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഇന്ദിരാഭവനിലേക്ക് വന്നത് ഏറെ മാസങ്ങൾക്ക് ശേഷമാണ്, വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഇന്നലെ വന്ന് അവിടെ അദ്ദേഹം ഈ എന്തോ കരുതി കൂട്ടി വന്ന പോലെ മുതിർന്ന കോൺഗ്രസ് ഇവരിലൊക്കെ ഏറ്റവും മുതിർന്ന ശ്രീ A കാനഡയുടെ കൂടെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ശ്രീ സുധീരൻ മറ്റെന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ള, അതായത് ഇനിയിപ്പോൾ ഒരു പാർലമെൻ്ററി വ്യാമോഹമൊന്നും അദ്ദേഹത്തിനുണ്ടെന്ന് ആരും പറയില്ല. അതിൻ്റെയൊക്കെ ആ കാലവും കഴിഞ്ഞു എന്ന് തന്നെയല്ലേ പുതിയ മോഹങ്ങളെ കോൺഗ്രസ്. അങ്ങനെ ഒരാൾ ഇത്തരം ചില വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ മറ്റ് ദുഷ്ടലാക്കൊന്നും ഇല്ല എന്ന് വേണ്ടേ കരുതാൻ? പാർട്ടി മുന്നിലേക്ക് പോകുക എന്നുള്ള ലക്ഷ്യമായിരിക്കാം ഒരു പക്ഷേ. ആണ്, പക്ഷേ അത് പാർട്ടി വേദിയിൽ പറയണമല്ലോ, അതല്ല പൊതുരംഗത്ത് അത് കുമാർ, അവിടെയാണ് പ്രശ്നം. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ VM സുധീരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാനുള്ളത് പൂർണ്ണമായും KPCC യോഗത്തിലാണ് പറഞ്ഞത്. ആ യോഗത്തിന് ശേഷം ഇങ്ങനെ ഒരു വിഴുപ്പലക്കലിലേക്ക് അതിനെ പരസ്യമായി കൊണ്ടുപോകുന്നത് K സുധാകരനാണ്. ഇന്നലെ കയറി വന്ന ആളെന്നാണ് സുധീരനെ കുറിച്ച് സുധാകരൻ പറയുന്നത്. എന്തൊക്കെയോ പറഞ്ഞു, അതിനുശേഷം ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നതിന്റെ മറുപടിയാണ് ഇന്ന് സുധീരന് പറയേണ്ടി വരുന്നത്. ഇന്നും അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ ഈ വിഷയങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞില്ല, മാത്രമല്ല ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ സുധാകരൻ മറുപടി പറയേണ്ടത് ആ യോഗത്തിലായിരുന്നു, പുറത്തല്ല. നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ശ്രീ സുധാകരൻ പ്രസിഡന്റായി വന്നതിന് ശേഷം ഒരു കേഡർ അല്ലെങ്കിൽ സെമി കേഡർ സ്വഭാവത്തിലേക്ക് പാർട്ടിയെ മാറ്റും കേരളത്തിൽ എന്നൊക്കെ അദ്ദേഹം ഒരുപാട് പ്രതീക്ഷയോടെയാണ് വന്നത്. അദ്ദേഹം അങ്ങനെ അവകാശപ്പെടുകയുണ്ടായി. പക്ഷേ നമുക്കറിയാം ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് കേവലം ഒരു ആൾക്കൂട്ടം മാത്രമാണ്. ചില നേതാക്കന്മാരുടെ ചുറ്റും കറങ്ങുന്ന ചില ഉപഗ്രഹങ്ങളുമാണ്. പക്ഷേ അത് ടോപ്പ് ലെവലിൽ. പക്ഷേ സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ ഇവിടെ കൊടി പിടിച്ചു. ഇപ്പോൾ നമുക്കറിയാം നവകേരള സദസ്സിന് വേണ്ടി പിന്നെ കല്യാശ്ശേരി മുതൽ ഇവിടെ കാട്ടാക്കട വരെ പിന്നെ കരിങ്കൊടി കാണിച്ചു, അല്ലെങ്കിൽ അതുപോലെ പ്രതിഷേധം പ്രകടിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അടി കൊണ്ട് തല പൊട്ടിയതും നട്ടല് തകർന്നും ഒക്കെ കിടക്കുന്നത് മുഴുവനും ഇവിടുത്തെ ചെറുപ്പക്കാരാണ്, യൂത്ത് കോൺഗ്രസ്സുകാരാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന, കോൺഗ്രസിലെ ഒരുപാട് പ്രതീക്ഷകൾ ഇപ്പോഴും അർപ്പിച്ചിരിക്കുന്ന ചെറുപ്പക്കാരാണ്. അവര് ചെയ്ത പോലെ അത്രയും ത്യാഗം പോലും മുതിർന്ന നേതാക്കന്മാർ ചെയ്യുന്നില്ല. അത് ചുമ്മാ വാചോടാവത്തിലല്ല, വാചോടാവെന്ന് പറയുമ്പോൾ ചുമ്മാ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ഗ്രൗണ്ട് തലത്തിൽ, അതായത് തൃണമൂലത്തിൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ കോൺഗ്രസ്സിന് ഇവിടെ എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നുണ്ടോ? ആ ലെവൽ, ആ ഒരു തലത്തിലേക്ക് കോൺഗ്രസ് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ ഇനിയിപ്പോൾ ഏതാനും മാസങ്ങൾക്കകം നടക്കുകയാണ്, ഇപ്പോൾ തന്നെ വൈകിപ്പോയി. അപ്പോൾ ആ ഒരു ഉണർവ് തീർച്ചയായും ഈ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാർ പിള്ളേരും ഒക്കെ തല്ലൊക്കെ വാങ്ങിച്ചത് കൊണ്ട് ഒരുപക്ഷെ മൂത്ത കോൺഗ്രസ്സുകാർക്കും ചിലപ്പോൾ അവർക്കൊന്ന് കണ്ണുറക്കാൻ അത് പര്യാപ്തമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നേതാക്കന്മാർക്കൊക്കെ ഉപരിയായിട്ട് കേരളത്തിലെ ഇപ്പോഴത്തെ LDF ഭരണ സംവിധാനത്തിനെതിരെ ശക്തമായ ജനവികാരം കേരളത്തിലുണ്ടെന്ന് നമുക്കറിയാം. അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന്, അല്ലെങ്കിൽ ഇനി എന്താണ് കേരളത്തിലൊരു ബദൽ എന്ന് ചിന്തിക്കാൻ, അപ്പോൾ അത് കോൺഗ്രസ് ആകും ആ ബദൽ എന്ന് ഉള്ള ഒരു വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ യൂത്ത് കോൺഗ്രസ്, ഇപ്പോഴും കോൺഗ്രസിൽ ഒരുപാട് വിശ്വാസവും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന യുവജനങ്ങൾ ഒരുപാട് പേരാണ്. അവർ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇവർക്കൊക്കെ എതിരെ എടുത്തിരിക്കുന്ന കള്ളക്കേസുകളും ജാമ്യമില്ലാത്ത വകുപ്പുകളും ഒക്കെ അത് പിൻവലിക്കപ്പെടണമെങ്കിൽ ഒരുപക്ഷെ ഇനിയും കോൺഗ്രസിൻ്റെ ഒരു മുന്നണി അധികാരത്തിൽ വന്നെങ്കിൽ നടക്കുകയുള്ളൂ എന്ന് പോലും പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധാരണ കോൺഗ്രസ്സുകാരൻ്റെ വികാരം ഉൾക്കൊള്ളാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ
ബാക്കി ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ സുധീരൻ പറഞ്ഞതിൽ ചില പ്രസക്തമായ ചില വാക്കുകളുണ്ട്. അത് വെർബാറ്റുമാണ്, ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഗ്രൂപ്പ് നോക്കാതെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നെങ്കിൽ 2016 തോൽക്കില്ലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പ്രതീക്ഷയാണ്. കഴിവ് നോക്കാതെയാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത്. അതിൽ ഞാൻ ദുഃഖിതനായിരുന്നു. സുധാകരനും സതീശനും വന്നപ്പോൾ ഈ സ്ഥിതി മാറുമെന്ന് വിചാരിച്ചു. സ്ഥാനങ്ങൾ നിശ്ചയിക്കുമ്പോൾ അതിന് അർഹനാണോ അല്ലയോ എന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. DCC പ്രസിഡന്റുമാരെ നിയമിച്ച രീതി ശരിയല്ല എന്ന് സുധാകരനോട് പറഞ്ഞു. ഈ ശൈലി സംഘടനയ്ക്ക് യോജിച്ചതല്ല എന്നതിൽ ഹൈക്കമാൻഡിന് കത്തെഴുതി. പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല. രാഹുൽ ഗാന്ധിയും പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി. പക്ഷേ 2 വർഷമായി ഒന്നും പരിഹരിച്ചില്ല. അപ്പോൾ ഇതിലൊക്കെയും വിയോജിപ്പുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള നിരവധി ആളുകളുണ്ട്. VM സുധീരൻ അതിൽ ഒരാൾ മാത്രമാണ്. KT കുഞ്ഞിക്കണ്ണൻ അവസാന മിനിറ്റുകളാണ്. എന്തായാലും നമ്മൾ കോൺഗ്രസിനുള്ളിലെ സംഘടനാ പ്രശ്നങ്ങൾ കൂടി പറഞ്ഞ സ്ഥിതിക്ക് അതിൽ കൂടി ഞാൻ താങ്കളുടെ ഒരു കമന്റ് തേടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഭിപ്രായം പറയാൻ പറ്റാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്ന് സുധീരൻ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഈ സാഹചര്യങ്ങളൊക്കെയും എങ്ങനെ ചേർത്ത് വെച്ച് വായിക്കാം? ഒറ്റ കാര്യം, അജിത്ത് എനിക്ക് ഓർമ്മയുള്ള സുഹൃത്താണ്. അജിത്ത് വളരെ തെറ്റായ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തനാണല്ലോ. ജനസംഘത്തിൻ്റെ പിന്തുണയോടുകൂടി മലബാറിൽ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല, ജയിച്ചിട്ടുമില്ല. 1977 ജനസംഘം പിരിച്ചുവിട്ട് ജനതാ പാർട്ടി ആയപ്പോൾ ജനതാ പാർട്ടിയുമായിട്ട് ഇടതുപക്ഷമുണ്ടാക്കിയ സഖ്യത്തിലാണ്, അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ഒരു കൂട്ടായ്മയിലാണ് പഴയ ജനസംഘക്കാർ ജനതാ പാർട്ടി ആയപ്പോഴാണ് അത്തരം ഒരു സപ്പോർട്ട് ഉണ്ടായത്. അത് ജനസംഘമായിട്ടല്ല, ജനസംഘത്തിന് സ്വതന്ത്രമായൊരു അസ്തിത്വം ജയപ്രകാശ് നാരായണൻ അന്ന് അംഗീകരിക്കാത്തതുകൊണ്ട് അവർക്കത് പിരിച്ചുവിടേണ്ടി വന്നത്. ആ ചരിത്ര കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം ചർച്ചയിൽ താങ്കൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ചർച്ച നമ്മളിപ്പോൾ ഒരു സമാപനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണേണ്ടത് കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്ന് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു ആധുനിക ആശയമാണ്. വ്യത്യാസങ്ങളെ, വൈവിധ്യങ്ങളെ, ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്കാണ് ഇന്ത്യൻ ജനത മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നത്. നെഹ്റു ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ പുസ്തകമാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സാംസ്കാരികവും സാമൂഹ്യവും അതേപോലെ തന്നെ ഭൂമിശാസ്ത്രപരവും ഒക്കെയായിട്ടുള്ള വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും ആകെ പരിശോധിച്ചുകൊണ്ടാണ് നെഹ്റു നാനാത്വത്തിലെ ഏകത്വമാണ് ഇന്ത്യ എന്ന ആശയം എന്ന് പറഞ്ഞത്. ആ ഇന്ത്യൻ ഐഡിയോളജിയെ കൈവിട്ട് കോൺഗ്രസ് ഹിന്ദുത്വവുമായിട്ട് സന്ധി ചെയ്യുന്നതോ ചാഞ്ചാടി കളിക്കുന്നതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടെടുത്തിരിക്കുന്നു. ഈ വർഗീയ ശക്തികളുമായിട്ടുള്ള ഈ ചാഞ്ചാട്ടം, അവരുമായിട്ടുള്ള ഈ കൂട്ടുചേരൽ, അവരുമായിട്ടുള്ള സന്ധി ചെയ്യൽ, വർഗീയ അജണ്ടയിൽ തങ്ങൾക്കും വോട്ട് വാങ്ങിക്കാമെന്ന ധാരണ, അങ്ങനെ കോൺഗ്രസ് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുന്നില്ല. ഇന്ന് കോൺഗ്രസിലെ ബ്രാഹ്മണ നേതാക്കൾ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ BJP ചേർന്ന് കഴിഞ്ഞു. നരേന്ദ്രമോദിയെ പാർലമെൻറ്റിൽ പിന്തുണക്കുന്ന BJP MPമാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കോൺഗ്രസിൽ നിന്ന് BJPയിൽ ചേർന്നവരാ അവരിൽ ഭൂരിപക്ഷ ആളുകളും. കോൺഗ്രസ് കുറെ കൂടി സെക്യുലർ ആകണം. ആ രീതിയിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ എന്നതാണ് ഇന്ന് കോൺഗ്രസിന് മുമ്പിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കോൺഗ്രസിനെ പ്രാപ്തമാക്കാൻ സുധീരനെ പോലുള്ള ആളുകൾ തയ്യാറാകുമോ? അതിനുവേണ്ടി അവർ കോൺഗ്രസിനകത്ത് സ്ട്രഗിൾ ചെയ്യുമോ? അതാണ് പ്രശ്നം. അല്ലെങ്കിൽ എന്താണ്, ഇത് ആളുകളെ കബളിപ്പിക്കാനുള്ള, മതനിരപേക്ഷ അഭിവാഞ്ചകളെ കബളിപ്പിക്കാനുള്ള വെറും ഒരു ഒഴുക്കൻ പ്രസ്താവനയായിട്ട് മാറും. ആ ഒഴുക്കൻ പ്രസ്താവനയല്ല രാജ്യം, ജനങ്ങൾ ഒന്നും ഇന്ന് ആവശ്യപ്പെടുന്നത്. കർശനമായ നിശിതമായ മതനിരപേക്ഷ നിലപാടാണ്. മതനിരപേക്ഷ നിലപാടെടുത്താൽ, ഹിന്ദുത്വത്തെ എതിർത്താൽ കോൺഗ്രസ് തോറ്റുപോകുമെന്ന് എന്താണ് UDF ഘടകകക്ഷികളെ കൊണ്ട് വരെ പറയിപ്പിക്കുക. ചില ലീഗിൻ്റെ സുഹൃത്തുക്കളൊക്കെ ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയുടെ ചിത്രം വേറെയാണെന്നാണ്. നമ്മൾ ഹിന്ദുത്വം പറഞ്ഞിട്ടാണ് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പക്ഷേ അവിടെ എന്താ കമൽനാഥ് മധ്യപ്രദേശിൽ ഹിന്ദുത്വം പറഞ്ഞാണ്. ബാബരി മസ്ജിദ് തുറന്നു കൊടുത്തതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാന്ന് വരെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ടും തോറ്റുപോകാൻ കാരണം മതനിരപേക്ഷ സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. അവൾ അതൊന്ന് പറഞ്ഞു പോയതുമാണ് ചർച്ചയിൽ. എന്തായാലും കോൺഗ്രസ് ഇതിൽ എന്ത് നിലപാടിന് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, VG വിഷ്ണു, J അജിത് കുമാർ ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.